രാമനാഥൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു സത്രത്തിൽ പങ്കെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ സാധിച്ചതൊരു ഭാഗ്യം തന്നെയാണ്. മാത്രമല്ല, പ്രഭാഷണം ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു ഭാഗ്യം വൈവിധ്യമാർന്ന സംസ്കാരമുള്ള ധാരാളം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഓംകാരം തന്നെ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. പല ദിവസങ്ങളിലും ക്ഷേത്രമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സന്നിധിയിൽ എത്തിപ്പെടുക വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി. സാറിനെ നമസ്കരിക്കാൻ പറ്റി. ഇന്ന് സാർ എനിക്ക് തന്നിരിക്കുന്ന വിഷയം കുറച്ചൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു വിഷയമാണ്. ജ്യോതിർലിംഗങ്ങൾ ഒളിവെളിവാകാനുള്ള ഉപാധികൾ, ഇതാണ് വിഷയം. ശരിക്കു പറഞ്ഞാൽ ഇത് ആത്മജ്ഞാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആത്മജ്ഞാനവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ? പൂർണ്ണമായിട്ട് ഇതെന്താണെന്ന് നമുക്ക് പോലും മനസ്സിലായിട്ടില്ല. പിന്നെ എന്തിന് നമ്മളിതൊക്കെ സംസാരിക്കുന്നു, ഇതൊക്കെ കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിനൊരിക്കൽ ഋഷീശ്വരന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 29-ാം അധ്യായം തൊട്ട് 35-ാം അധ്യായം വരെ രാസക്രീഡയാണ്. അപ്പോൾ ഈ രാസക്രീഡ എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികമാരുമായി ആടിയ ലീലകളാണ്. ഇതിനെ ഓരോ ആളുകൾ അവരവരുടെ വികാരത്തിൻ്റെ തലത്തിൽ നിന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മൾ പറയാറില്ലേ, കണ്ണ് മഞ്ഞളിച്ചിരുന്നാൽ കാണുന്ന എല്ലാവരെയും മഞ്ഞയായിട്ട് തോന്നും എന്നുള്ളതുപോലെ ഇതുപോലെ വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും സ്വന്തം മനസ്സിൻ്റെ വികാരങ്ങൾ ഏത് തലത്തിലാണോ അതിനനുസരിച്ച് കാമകേളികളായിട്ട് പോലും പലരും വർണ്ണിക്കാറുണ്ട്. എന്ത്? ശ്രീകൃഷ്ണനും ഗോപികമാരുമായിട്ടുള്ള ലീല. പക്ഷേ ഇത് ശരിക്കു പറഞ്ഞാൽ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, അദ്വൈതം. ശ്രീകൃഷ്ണനും ഗോപികമാരുമെല്ലാം ഒന്നാകുന്ന ഒരവസ്ഥ, എല്ലാം ഈശ്വര ചൈതന്യം, ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്ന ആ അദ്വൈതമായിട്ടുള്ള അവസ്ഥ. നമ്മൾ സാധാരണ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം കടന്നിട്ടുള്ള തുരീയ അവസ്ഥയിൽ എത്തിയവർക്ക് മാത്രമേ ഈ രാസക്രീഡ മനസ്സിലാവുകയുള്ളൂ. കാശിയിലെ പണ്ഡിതന്മാരെല്ലാം കൂടി ഒരിക്കൽ ചേർന്ന് കുറേ കാലം ചർച്ച ചെയ്തു, ഈ രാസക്രീഡയുടെ അർത്ഥം എന്താണ്. കുറേ കാലം ചർച്ച ചെയ്തിട്ട് അവർക്കൊരു തീരുമാനത്തിലൊന്നും എത്താൻ പറ്റിയില്ല. അവസാനം നമുക്കെപ്പോഴും ആരാ ശരണം? ഭഗവാനാണ് ശരണം. അവരെന്ത് ചെയ്തു? ഒരു കത്തെഴുതി കാശി വിശ്വനാഥൻ്റെ പാദത്തിൽ വെച്ചു. ശരിക്കും ഈ രാസക്രീഡയുടെ അർത്ഥം മനസ്സിലാക്കിയവർ ആരെങ്കിലും ഉണ്ടോ? ഇതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. അടുത്ത ദിവസം രാവിലെ കത്തെടുത്ത് നോക്കിയപ്പോൾ കണ്ടത്, അതിലെഴുതിയിരിക്കുന്നു, രാസക്രീഡയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയത് 1 ഞാൻ, ആരാ? ഭഗവാൻ തന്നെ. 2 ശ്രീ ശുകൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ വ്യാസനും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ശ്രീമദ് ഭാഗവതത്തിൽ രാസക്രീഡ എഴുതി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വ്യാസഭഗവാനാണ്. ആ എഴുതിയിരിക്കുന്ന വ്യാസഭഗവാന് പോലും ആ രാസക്രീഡയുടെ തലം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ശ്രീ ശുകന് മനസ്സിലായിട്ടുണ്ട്. അപ്പം അത്രമാത്രം മനസ്സിലാക്കാൻ ഉയർന്ന തലത്തിലെത്തേണ്ട ഒരു വിഷയമാണ് രാസക്രീഡ. അപ്പം എന്നിട്ട് നമ്മൾ എന്തിനാണത് ചർച്ച ചെയ്യുന്നത്? ആത്മജ്ഞാനം, അദ്വൈതം എന്നുള്ള ഭാവമാണ്. അതുപോലെ തന്നെയാണ് ഈ ജ്യോതിർലിംഗം എന്ന് പറയുന്നത്. അത് നമ്മളിനി ക്രമമായിട്ട് മനസ്സിലാക്കി വരും. പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ ഇരുന്ന് പറയുന്നത്, കേൾക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ശ്രമിക്കാനായിട്ട് തോന്നുമല്ലോ, ആ വഴിക്ക് പോകാൻ ഒരു താല്പര്യം കാണിക്കുമല്ലോ. ഗോപികമാർക്ക് പറ്റുമെങ്കിൽ, യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ നമുക്കും അത് സാധിച്ചെടുക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കി ശ്രമിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ ആഗ്രഹിച്ചും പറഞ്ഞുകൊണ്ടും ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് സാധ്യമാകും. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം സ്മരിക്കുന്നത്. അപ്പം ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അതായത് ആത്മജ്ഞാനത്തെ പറ്റി സംസാരിക്കാൻ പറ്റുമോ? യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ബ്രഹ്മം എന്നുള്ളത്
ആരാലും എച്ചിലാവാത്ത, ആരുടെ നാവ് കൊണ്ടും പറയാൻ സാധിക്കാത്തതാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പഞ്ചസാരയുടെ മധുരം എന്താണെന്ന് പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റില്ല. പിന്നെയല്ലേ ബ്രഹ്മം എന്താന്ന്? അത് അനുഭൂതി തലത്തിൽ വരേണ്ടതാണ്, പറയാൻ സാധിക്കില്ല. എങ്കിലും നമ്മൾ എന്തു ചെയ്യും? ഉരുട്ടി പെരട്ടി എന്തെങ്കിലുമൊക്കെ പറയും. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ഒരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലായില്ല, അപ്പോൾ നമ്മൾ എന്തു പറയും? അല്ല ഇങ്ങനെയാന്നേ അങ്ങനെയാന്നേ. അതെല്ലാം കഴിഞ്ഞിട്ട് 2-3 ഉദാഹരണം പറയും. ഉദാഹരണം പറയുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് എന്ന് നമ്മൾ പറയും. പക്ഷെ ആ ഉദാഹരണം കൃത്യമായിരിക്കുമോ? കൃത്യമൊന്നും ആയിരിക്കില്ല, ദൃഷ്ടാന്തം പൂർണ്ണമായിരിക്കില്ല, എന്നാലും കാര്യം മനസ്സിലാകും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ആ ജ്യോതിർലിംഗത്തിൻ്റെ തലം മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും, അത്ര ഉയർന്ന തലത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കും. ഇനി ഭാരതത്തിൽ പ്രധാനമായും 12 ജ്യോതിർലിംഗങ്ങളാണ് ഉള്ളത്, അല്ലേ? ഞാൻ പല എൻ്റെ യൂട്യൂബ് വീഡിയോസിലും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് 12 ജ്യോതിർലിംഗങ്ങളും ദർശനം നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 7 എണ്ണം ദർശനം ചെയ്തു. അപ്പം എനിക്ക് ഈ വിഷയം തന്നെ കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ഇതുവെല്ലാം അറിഞ്ഞുകൊണ്ടാണോ എനിക്ക് ഈ വിഷയം തന്നത് എന്ന്. കാരണം അത്ര വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ ജ്യോതിർലിംഗ ദർശനം. അപ്പം എന്താണെങ്കിലും ഭാരതത്തിൽ 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. ഈ 12 ജ്യോതിർലിംഗങ്ങളും സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇന്ന് വളരെ വലിയ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ഉടലെടുക്കുന്നത്? വളരെ ചുരുക്കത്തിലൊന്ന് പറയാം. കാരണം ആദ്യമേ ബ്രഹ്മജ്ഞാനത്തിലോട്ടും ആത്മജ്ഞാനം എന്നുള്ള വിഷയത്തിലേക്ക് പോയാൽ നിങ്ങളെല്ലാം ഇപ്പോഴേ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രമമായിട്ട് പതുക്കെ അനുസ്മരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നും ക്ഷേത്രം പണിയില്ല. ക്ഷേത്രം പണിയുന്നത് നമ്മൾ പൊതുവേ പറയും, ഇപ്പോൾ വീട്ടിൽ പൂജാമുറി വെക്കുകയാണെങ്കിൽ 6 മാസം ഒരു സ്ഥലത്ത് നമ്മൾ ആരാധിക്കുകയോ പൂജയോ ചെയ്താൽ പിന്നെ പൂജാമുറിയുടെ സ്ഥാനം മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ ആരാധനയുടെ സ്ഥാനം മാറ്റാൻ പാടില്ല. കാരണം എന്താണ്? 6 മാസത്തെ ആ പ്രാർത്ഥനയോടുകൂടി അവരെ ഒരു ഈശ്വര ചൈതന്യം ഉടലെടുക്കും. ഇനി ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്കാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എനർജി സൗണ്ട് എനർജി ആയിട്ടാണ് പുറത്തു വരുന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് എനർജിയുടെ, ഞാൻ കൂടുതൽ ശക്തിയോടുകൂടി പറയണമെങ്കിൽ കൂടുതൽ എനർജി എടുക്കണം. അതുപോലെ മന്ത്രങ്ങളും വൈബ്രേഷൻസാണ്, തരംഗമാണ്. കൂടുതൽ നമ്മൾ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഊർജം വളരെ കൂടുതലായിട്ട് ഊർജ തരംഗങ്ങൾ ഉണ്ടാകുന്നു. സിമ്പിൾ കോമൺ സെൻസ് അല്ലെങ്കിൽ സയൻസ്. അപ്പോൾ എന്താണ്? അവിടെ ആ ഒരു ചൈതന്യം ഉടലെടുക്കുന്നത് കൊണ്ടാണ് പിന്നെ അവിടെ മാറ്റി അടുക്കളയും ബെഡ്റൂമും ഒന്നും ആക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുള്ള സ്ഥലമാണ് ഈ ക്ഷേത്രമായിട്ട് പരിണമിക്കുന്നത്? അവിടെ കൂടുതൽ ചൈതന്യം വേണം, അല്ലേ? അപ്പോൾ പണ്ട് കാലത്ത് നിരന്തരമായി ഋഷീശ്വരന്മാർ തപസ് ചെയ്ത സ്ഥലം, അവിടെ അസാമാന്യമായിട്ടുള്ള ചൈതന്യം ഉണ്ടായിരിക്കും. നിരന്തരമായി സാധന ചെയ്ത ജപിച്ച സ്ഥലത്ത് ഒരു ചൈതന്യം ഉടലെടുക്കും. ആ ചൈതന്യം പിന്നെ അവിടെ അതൊരു വിഗ്രഹമായി, അത് ക്ഷേത്രമായി പരിണമിക്കും. അല്ലെങ്കിൽ സന്യാസിവര്യന്മാർ, തിരുവനന്തപുരം അഭേദാനന്ദ ആശ്രമമൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് അഖണ്ഡ നാമജപം നടന്ന സ്ഥലമാണ് സ്വാമിജിയുടെ ആശ്രമം. ഇന്നത് അതിമനോഹരമായിട്ടുള്ള രാധാകൃഷ്ണ ക്ഷേത്രമായി പരിണമിച്ചിരിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ എതിർവശത്ത്, പത്മതീർത്ഥക്കുളത്തിൻ്റെ മുൻവശത്തായിട്ട്. അപ്പം നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ ശൃംഗേരി, ആദിശങ്കരാചാര്യർ ഭാരതത്തിൽ 4 മഠങ്ങളാണ് സ്ഥാപിച്ചത്. അതിലാദ്യത്തേതാണ് ശൃംഗേരി. ഈ ശൃംഗേരി ഇന്ന് അതിമനോഹരമായിട്ടുള്ള ശാരദാദേവിയുടെ ക്ഷേത്രമാണ്. അതോടൊപ്പം ശൃംഗേരി മഠവും കൂടിയാണ് ശങ്കരാചാര്യരുടെ. ഈ ശൃംഗേരി എന്താണ്? നമ്മൾ പണ്ട് മനസ്സിലാക്കിയ ഋഷ്യശൃംഗൻ, നമ്മൾ രാമായണത്തിൽ പഠിക്കില്ലേ, പുത്രകാമേഷ്ടി യാഗം നടത്തിയത്. ആ പുത്രകാമേഷ്ടി യാഗം നടത്തിയ ഋഷ്യശൃംഗൻ തപസ് ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ടത് ശൃംഗഗിരി എന്നറിയപ്പെട്ടു. പിന്നീട് ലോപിച്ച് ശൃംഗേരിയായിട്ട് മാറിയതാണ്. അന്നേ ശങ്കരാചാര്യർ മനസ്സിലാക്കി, ഈ മുനി തപസ് ചെയ്തതുകൊണ്ട് ഇവിടെ അസാമാന്യമായിട്ടുള്ള ചൈതന്യം നിലനിൽക്കുന്നു. അന്നേ കുട്ടിയായിരിക്കുമ്പോൾ, ആ 8 വയസ്സുള്ളപ്പോൾ ഗുരുവിനെ കാണാനായി നർമ്മദാ തീരത്തിലുള്ള
ഗോവിന്ദ ഭഗവത് പാദരെ കാണാനായിട്ട് പോയ കുട്ടി ശങ്കരൻ അന്നേ തീരുമാനിച്ചു ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ക്ഷേത്രമായി പരിണമിക്കുന്നു. പിന്നെ എങ്ങനെയുള്ള സ്ഥലങ്ങൾ? ഇതുപോലുള്ള ഏതെങ്കിലും ഋഷീശ്വരന്മാർ കുറേ കാലം സാധന അനുഷ്ഠിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം സമാധിയാകുകയൊക്കെ ചെയ്യുമ്പോൾ ആ വിഗ്രഹമോ ആ ശിവലിംഗമോ എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെടും. പിന്നെ ആരാലും കാണില്ല. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു, നമ്മൾ പറയാറില്ലേ വില്ലുമംഗലത്ത് സ്വാമിയാർ അതുവഴി വന്നപ്പോൾ കണ്ടു എന്നൊക്കെ, വില്ലുമംഗലത്ത് സ്വാമിയാരെ പോലുള്ളവർക്കൊക്കെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ ഭഗവാനെ കാണാൻ കഴിവുള്ളവരാണ്. ഭഗവത് ചൈതന്യം ഉള്ളത് അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളവർ ഏതെങ്കിലും ഒരു ശിലയിലോ വിഗ്രഹത്തിലോ ചൈതന്യം മനസ്സിലാക്കി അവരതിനെ പുനഃപ്രതിഷ്ഠിക്കും. അപ്പം ഞാൻ വരുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഏറ്റുമാനൂർ അമ്പലത്തിൽ ദർശനം നടത്തിയവരായിരിക്കും. അത്യാവശ്യം ഒരു വലിപ്പമുള്ള ശിവലിംഗമാണ് ഏറ്റുമാനൂരെ. പക്ഷേ ഈ ഏറ്റുമാനൂരെ ശിവലിംഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ശിവലിംഗത്തിൻ്റെ പുറകിൽ വളരെ വലിയ വെട്ടുകൊണ്ട ഒരു പാടുണ്ട്. അപ്പോൾ അവിടുത്തെ ഐതിഹ്യത്തിൽ ഒന്നെങ്ങനെയാണ്, ആ കാട്ടാമ്പാഗ് ഭാഗത്ത് ഒരു പുല്ല് വെട്ടുന്ന സ്ത്രീ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ആ അരിവാള് ഒരു പാറക്കല്ലിൽ ഇടിച്ചു, അതിൽ നിന്ന് ചോര വന്നു. അത് കഴിഞ്ഞപ്പോൾ വന്ന മഹർഷി ഇത് അല്ലെങ്കിൽ വില്ലുമംഗലത്തു സ്വാമിയാരോ ആരോ അത് മനസ്സിലാക്കി ഇതിൽ ഈശ്വര ചൈതന്യമുണ്ട്, പണ്ടാരോ ഉപാസിച്ചിരുന്നതാണ് മനസ്സിലാക്കി. ക്ഷേത്രമൊക്കെ പണിയണമെങ്കിൽ ഉചിതമായിട്ടുള്ള സ്ഥലം വേണ്ടേ? പിന്നെ ഉചിതമായ സ്ഥലം കണ്ടെടുത്തി പുനഃപ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നും മേൽശാന്തിമാരോട് ചോദിച്ചാൽ അറിയാം, ആ വിഗ്രഹത്തിൻ്റെ പുറകിൽ ആ വലിയ പാടുണ്ട്. അപ്പോൾ ധാരയൊക്കെ ചെയ്യുമ്പോൾ അതിലിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് ചന്ദനമൊക്കെ നല്ല ഒപ്പി വെച്ച്, വിഗ്രഹത്തിൽ വേറൊന്നും തൊടിയിക്കാൻ പറ്റില്ലല്ലോ, ചന്ദനമൊക്കെ കട്ടിയായിട്ട് ഒപ്പി വെച്ചിട്ടാണ് അഭിഷേകം ചെയ്യുക. പകുതിയാകുമ്പോൾ അതെല്ലാം പിന്നെയും പോകും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഋഷീശ്വരന്മാർ കുറേ കാലം ഉപാസിച്ചിരുന്നിട്ട് അത് ഉപേക്ഷിക്കപ്പെട്ട ആണെങ്കിൽ അത് വീണ്ടും പ്രതിഷ്ഠിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ക്ഷേത്രമായി പരിണമിക്കും. ഇനിയോ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ ഇതുപോലുള്ള മഹർഷീശ്വരന്മാർ സമാധിയാകുമ്പോൾ അവരുടെ സമാധിയിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കുക പതിവുണ്ട്. അങ്ങനെയുള്ള ശിവലിംഗം കുറേ കാലത്തിന് ശേഷം പുനഃപ്രതിഷ്ഠ ചെയ്യും. ഈശ്വര ചൈതന്യം അതിലേക്ക് ആവാഹിക്കും. പ്രത്യേകിച്ച് ഈ സമാധിയായി കഴിയുമ്പോൾ നമ്മൾ ഈ സമാധിയുടെ ഒരു വ്യത്യാസം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് എനർജിയാണോ നമ്മൾ ഏതെങ്കിലും മരിച്ച സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക? കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തോ ഒന്നും വളരെ പോസിറ്റീവ് എനർജി ഒന്നും അല്ല അല്ലേ? പക്ഷേ ഷിർദിയിലെ തിരക്ക് കണ്ടിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് അല്ലേ? നമ്മളതുപോലെ ഏതെങ്കിലും ഡൽഹിയിലൊക്കെ ധാരാളം സമാധികളില്ലേ? അപ്പോൾ ഏത് പാർട്ടിക്കാരുടെ ആണെങ്കിലും എല്ലാവരുടെയും മരിച്ചവരുടെ സമാധിയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അതേ മാനസികാവസ്ഥയാണോ നമുക്ക് ഷിർദി ക്ഷേത്രത്തിലോ പുട്ടപർത്തിയിൽ ഭഗവാൻ സത്യസായി ബാബയുടെ സമാധിയിലോ ഒക്കെ പോകുമ്പോൾ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവർ അസാമാന്യമായിട്ടുള്ള തപശക്തിയുള്ളവരായതുകൊണ്ട് ഇവർ സമാധിയാകുമ്പോൾ ഇവർ കൂടുതൽ സ്വതന്ത്രരാവുകയാണ്. മറ്റേതെന്താണ്, ആ ശരീരത്തിനുള്ളിൽ ഇവർ ബന്ധിക്കപ്പെട്ടാണ്. അപ്പോൾ ആ ഒരു ശരീരം ചെയ്യേണ്ട രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ആ പറന്ന് നടക്കാനോ അല്ലെങ്കിൽ അവരുടെ ചൈതന്യം വ്യാപരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വതന്ത്രമായൊരവസ്ഥയിലായി. അപ്പോൾ ആ ചൈതന്യം അതുപോലെ പ്രസരിക്കുന്നതുകൊണ്ടാണ് ഈ സന്നിധിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ വളരെ വലിയ ഊർജം ലഭിക്കുന്നത്. ഇങ്ങനെ സമാധിയിൽ പ്രതിഷ്ഠിക്കുന്ന ശിവലിംഗങ്ങൾ പുനഃപ്രതിഷ്ഠ ചെയ്ത് വളരെ വലിയ മഹാക്ഷേത്രങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പം ഇങ്ങനെയാണ് പൊതുവെ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും തോന്നിയ സ്ഥലത്ത് ഇന്ന സ്ഥലം, നമ്മൾ മറ്റേ കളിക്കത്തില്ലേ ഇങ്കി പിങ്കി പോങ്കി എന്നൊക്കെ പറഞ്ഞ് കളിക്കുമല്ലോ പിള്ളേർ, എന്നിട്ട് ഇത് ഇന്ന സ്ഥലത്ത് ഇവിടെ ക്ഷേത്രം പണിതേക്കാം, അങ്ങനെ നമ്മൾ പറയില്ല. അതായത് ഈ ക്ഷേത്രഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ക്ഷേത്രഭൂമിയിൽ അസാമാന്യമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ ഊർജമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വന്നാൽ ഉടനെ ഓടിപ്പോകരുത് പറയുന്നത്. കുറച്ചു നേരം ഇരുന്ന് ആ ഊർജമൊക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് ആവാഹിക്കണം. ക്ഷേത്ര സന്നിധിയിലിരുന്നാൽ ഈ ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കും. അത് വീട്ടിലിരുന്നാൽ കിട്ടില്ല.
ഇതാണ് പൊതുവെ ഒരു ക്ഷേത്ര സന്നിധിയുടെ പ്രാധാന്യം. ഇനി ഇതിൽ നിന്നും ജ്യോതിർലിംഗത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം ശിവലിംഗത്തിൻ്റെയും വിഗ്രഹത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കണം. അപ്പോൾ വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ധാരാളം പേര് കളിയാക്കാറുണ്ടല്ലേ, നിങ്ങൾ ഈ കല്ലിനെയൊക്കെ പൂജിക്കുന്നവരല്ലേ. ശരിക്കും നമ്മൾ കല്ലിനെയാണോ പൂജിക്കുന്നത്? ആണെങ്കിൽ കല്ലിൻ്റെ അഷ്ടോത്തരം വേണ്ടേ ചൊല്ലാൻ? കല്ലിൻ്റെ സഹസ്രനാമാർച്ചന വേണ്ടേ ചൊല്ലാൻ? നമ്മളെന്താ ചൊല്ലുന്നത്? വിഗ്രഹം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ. വിശേഷമായി നമ്മളെ ഗ്രഹിപ്പിക്കുന്നത്. അതായത് ആദ്യം തൊട്ട് പറയാം, ഈശ്വരൻ എന്നത് ഒന്നേ ഉള്ളൂ. ഈശ്വരൻ ഒത്തിരി ഉണ്ട് എന്ന് പറയരുത്. ദേവന്മാർ അനേകം. ഈ ഈശ്വരൻ സർവവ്യാപിയാണ്. ഈശ്വരന് രൂപയില്ല. രൂപയില്ലാത്തവനെ എങ്ങനെ മനസ്സിലാക്കും? കുറച്ച് രൂപത്തിലൂടെയോ ഉപാധിയിലൂടെയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ സംഖ്യയ്ക്ക് രൂപമില്ല. 1, 2, 3 എന്ന് പറഞ്ഞ് രൂപമൊന്നുമില്ല. രൂപം ഉണ്ടെങ്കിൽ ഒരു രൂപമാകണം. പക്ഷെ എങ്ങനെയാ? മലയാളത്തിൽ ഒരു രൂപം, തമിഴിൽ ഒരു രൂപം, തെലുങ്കിൽ ഒരു രൂപം, അങ്ങനെയല്ലേ? അതെന്തിനാ? നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ശരിക്കും സംഖ്യയ്ക്ക് രൂപമില്ല. പക്ഷെ ഈ സംഖ്യ മനസ്സിലാകാൻ ആദ്യം ഒരു കുട്ടിയെ സംഖ്യ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കുറേ ഉപാധികളല്ലേ, ഒബ്ജക്ട്സ് ഒക്കെ കൊണ്ടുവരത്തില്ലേ? കുറേ സ്ലേറ്റിലെ മണികളും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ഈ കുട്ടിയെ സംഖ്യ മുഴുവൻ പഠിപ്പിക്കും. പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപാധിയുടെ ആവശ്യമുണ്ടോ? പിന്നെ അത് മാറ്റാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറി അത് മനസ്സിലായി. ഇതുപോലെ ആ രൂപമില്ലാത്ത അനാദിയായിട്ടുള്ള വിശ്വം മുഴുവൻ, ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ നമുക്ക് ആദ്യമൊക്കെ ഒന്ന് മനസ്സിലാകണമെങ്കിൽ എന്തു വേണം? ഒരു ഉപാധി വേണം, അല്ലേ? ആ ഉപാധി എന്ന് പറയുന്നതാണ് വിഗ്രഹം. അല്ലാതെ നമ്മൾ കല്ലിനെ അല്ല പൂജിക്കുന്നത്. കല്ലിലൂടെ നമ്മൾ ആരെയാണ് കാണുന്നത്? ഈശ്വരനെയാണ് കാണുന്നത്. കല്ലിലൂടെ നമ്മൾ പൂജിക്കുന്നത് ഈശ്വരനെയാണ് പൂജിക്കുന്നത്. അതാണ് ഉപാധി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ വിഗ്രഹം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ നമ്മൾ പൂജിക്കുന്ന പൊതുവെയുള്ള വിഗ്രഹങ്ങൾ എങ്ങനെയാണ്? കൈയുണ്ട്, കാലുണ്ട്, മുഖമുണ്ട്, കണ്ണുണ്ട്, എല്ലാം ഇല്ലേ? അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ സ്വരൂപം ആണ്. സ്വരൂപധ്യാനം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇതിൽ തെറ്റൊന്നുമില്ല. ശങ്കരാചാര്യർ പോലും തർക്കത്തിലൂടെ പറഞ്ഞ് ജയിച്ചതാണ്, നമുക്ക് ശരിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ രൂപം വേണം. രൂപമില്ലാതെ പ്രാർത്ഥിക്കാൻ എന്തൊരു പാടാ, അല്ലേ? മെഡിറ്റേറ്റ് ചെയ്യുന്നവർ പോലും എങ്ങനെയാ? ആദ്യം ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ആദ്യം നിങ്ങൾ ഇന്ന വഴി കൂടെ, വഴി എന്ന് പറയുമ്പോൾ തന്നെ ഒരെണ്ണമായില്ലേ, സ്വരൂപമായില്ലേ, അല്ലേ? എല്ലായിടത്തിലും ആ സ്വരൂപം വേണം. ഇപ്പം ശങ്കരാചാര്യർ പറയുന്നു സ്വരൂപം അല്ലെങ്കിൽ ഒരു രൂപം വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. വേദത്തിൽ ഗംഗാദേവിക്ക് രൂപമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഹരിദ്വാറിൽ പോയി കഴിഞ്ഞാൽ ഹർക്കി പൗഡിയിൽ തന്നെ ഗംഗാദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. നല്ല സുന്ദരിയായിട്ട് നല്ല വെള്ള വസ്ത്രമൊക്കെ ഉടുത്ത് ഗംഗാദേവിയുടെ പ്രതിഷ്ഠയുണ്ട് അവിടെ. ഇത് കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒറിജിനൽ ഗംഗാദേവിക്ക് ഈ വിഗ്രഹത്തിലുള്ള അതേ കണ്ണും അതേ ഷേപ്പും അതേ മൂക്കുമാണെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഗംഗാദേവി എന്ന് പറയുന്ന ആ ശക്തിയെയാണ്, ഈ രൂപത്തിനെയല്ല. ഗംഗാദേവി എന്ന് പറയുന്ന ആ ജലമല്ലേ, ആ ജലത്തിൽ ശക്തിയുണ്ട്. ഈ ശക്തിയെയാണ് നമ്മൾ ആദരിക്കുന്നത്. ശക്തിയെ ആദരിക്കുന്നില്ല, ജലത്തിന് ശക്തി ഇല്ല എങ്കിൽ നമ്മൾ എന്തിനാ എപ്പോഴും മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജലത്തിന് ശക്തിയില്ലേ? ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ തന്നെ നമുക്ക് മതിയായി. ശരിക്കും വന്നത് പ്രളയമൊന്നുമല്ല. പ്രളയമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് ലോകാവസാന സമയത്തെ പ്രളയം ഉണ്ടാകത്തുള്ളൂ. നമുക്കുണ്ടായത് വെള്ളപ്പൊക്കമാണ്. അത് തന്നെ നമുക്ക് പ്രളയമായി, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ജലത്തിന് ശക്തിയുണ്ട്. ആ ശക്തിയെയാണ് നമ്മൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. നമുക്കിച്ചിരി ഒരടക്കവും ഒതുക്കവും അഹങ്കാരമില്ലായ്മ വരും ഗംഗാദേവിയൊക്കെ നമസ്കരിച്ച. കാരണം നമ്മളാണ് എല്ലാം കൊണ്ടും ശക്തിയുള്ളവരെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വീടെല്ലാം വെള്ളത്തിൽ തൂത്തെടുത്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റിനെയും വായുദേവനെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്ന എന്താ? ഒരു കൊടുങ്കാറ്റ് വന്നാൽ മതി, നമ്മുടെ കാര്യം തീർന്നു, അല്ലേ? അപ്പോൾ പ്രകൃതിയിലെ ഇവയ്ക്കെല്ലാം നമ്മളെക്കാൾ ശക്തി ഉണ്ടെന്നും കുറച്ച് മര്യാദയ്ക്കൊക്കെ ഇരിക്കുന്ന നമുക്ക് നല്ലതാണെന്നും ഇത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ നദികൾക്ക് ബ്രഹ്മപുത്ര ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ നദികൾക്കും, ഇനി വല്ല 1, 2 ഉണ്ട് എന്നൊന്നും പറയരുത്, മിക്കവാറും എല്ലാ നദികൾക്കും സ്ത്രീകളുടെ പേരാണ്, അല്ലേ? ബ്രഹ്മപുത്ര
എന്നുള്ളതൊഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളുടെ പേരാണ്. എന്തുകൊണ്ടാണ്? അമ്മമാരുടെ പേരാണ്, അമ്മയാണ് അല്ലേ. അമ്മയെ ഒരിക്കലും മലീമസമാക്കരുത്, അമ്മയെ ഒരിക്കലും മോശമാക്കരുത്. അതുകൊണ്ടാണ് പണ്ട് മുതലേ പറയും ജലത്തിലിറങ്ങി മലമൂത്ര വിസർജനം ചെയ്യരുത്. പണ്ട് കാലത്ത് സോപ്പൊന്നും ഉപയോഗിക്കില്ല. കാഞ്ചി മഹാപെര്യവ ശങ്കരാചാര്യർ, ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളൊക്കെ കുളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ മണ്ണ് ഉപയോഗിച്ചിട്ടാണ്, ആ ജലത്തിലെ തന്നെ മണ്ണ് ഉപയോഗിച്ചാണ് മേല് കഴുകുക. അപ്പോൾ പ്രകൃതിക്ക് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ? ഒന്നുമില്ല. ജലത്തിനെ ഈ രീതിയിലാണ് അന്ന് സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേവന്മാർക്ക് പ്രകൃതിയിലെ ശക്തികൾക്ക് രൂപം കൊടുക്കുന്നത്, പ്രകൃതിയിലെ ഏത് ശക്തിക്കും. അപ്പോൾ ആ ഈശ്വരൻ എന്ന് പറയുന്ന അപരിമേയമായിട്ടുള്ള പരിധിയില്ലാത്ത ശക്തിക്ക് നമ്മളെപ്പോലെ കൊച്ചു ബുദ്ധിയുള്ളവർക്ക് ഒന്ന് രൂപം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അഹങ്കാരമൊക്കെ ഇച്ചിരി കുറയും. പക്ഷേ നമ്മളുടെ അഹങ്കാരം എവിടം വരെ നിൽക്കും? ഇതുപോലെ നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എത്രയോ ബ്രഹ്മാണ്ടങ്ങളുണ്ട്, ഇത് മുഴുവൻ സൃഷ്ടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തി വേണ്ടേ? ചുമ്മാ അങ്ങ് നടക്കുമോ? ഇനി അത് ഈശ്വരനെ നിങ്ങൾ പറയണ്ട, എന്തെങ്കിലും ഒരു ശക്തി വേണം. ആ ശക്തി എത്ര മാത്രം ഉള്ളതായിരിക്കും? ഇനി നമ്മളുടെ ലോകം മാത്രം, ഭൂമി മാത്രം ഒന്നും ആലോചിച്ചാലോ. ഭൂമി മാത്രമല്ല, സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടതല്ലേ, അല്ലാതെ വരില്ല. അപ്പം അതിനൊരു ശക്തി വേണം. അപ്പം ഇത്രയും ശക്തിയുള്ള ഒരാളുള്ളപ്പോൾ നമ്മളിവിടെ ഇരുന്ന് 5G വരെ ഇപ്പം കണ്ടുപിടിച്ചു, 6G ആയി. എന്നിട്ട് നമ്മൾ വിചാരിക്കും, ഓ നമ്മുടെ ഇതൊക്കെ ഭഗവാൻ എങ്ങനെ മനസ്സിലാക്കാനാ? ഞാനിവിടെ ഇരുന്ന് ചിന്തിക്കുന്നത്, ഈ ഇത്രയും കോടി ജനങ്ങളുണ്ട്, ഭഗവാൻ അവിടെ നിന്ന് ചിരിക്കുക, 20,000G ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ട് കോടാനുകോടി യുഗങ്ങൾ കഴിഞ്ഞു, അവനിവിടെ 5G ഇപ്പോൾ ഒന്ന് പതുക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആദ്യം ആ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം പതുക്കെ സ്വരൂപധ്യാനം ചെയ്യുക, കയ്യും കാലും ഒക്കെയുള്ള ആ സ്വരൂപധ്യാനം ചെയ്യുക. ഈ സ്വരൂപധ്യാനത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വരണം? നിരാകാര രൂപത്തിലേക്ക് വരണമല്ലേ. ഈശ്വരന് രൂപമില്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി, അതിലേക്ക് വരണം. അപ്പം അതിലേക്കുള്ള ഒരു വഴിയാണ് ഈ ശിവലിംഗം. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സ്വരൂപധ്യാനത്തിലും പൂർണ്ണമായിട്ടുള്ള നിരാകാര ധ്യാനത്തിനും ഇടയ്ക്കുള്ള ഒരു ആരാധനാ മാർഗമാണ് നമ്മൾ ശിവലിംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ശിവലിംഗം നമ്മൾ ഉള്ള ക്ഷേത്രങ്ങളിൽ ദർശനത്തിനുമൊക്കെ ചില പ്രത്യേകതകളുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അതിന് മുഖമില്ല, വശമില്ല അല്ലേ, അങ്ങനെയല്ലേ, കയ്യും കാലും ഒന്നുമില്ല, ഇങ്ങനെയൊക്കെയുള്ള രൂപമാണ്. അപ്പം കയ്യും കാലും ഒക്കെ ഉള്ള രൂപത്തിൽ നിന്നും പ്രാർത്ഥിച്ചു വന്ന നമ്മൾ ഇതൊന്നുമില്ലാത്ത ഒരു രൂപത്തിലും എന്തിനെ കാണാൻ തുടങ്ങി? പതുക്കെ അതിലും നമ്മൾ ഈശ്വരനെ കാണാൻ തുടങ്ങി. കയ്യും കാലും ഒന്നും ഇല്ലെങ്കിലും അതും ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങി. പക്ഷേ അവിടെ ചെറിയൊരു സൂചന നമുക്ക് തരുന്നുണ്ട്. ശിവലിംഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശിവലിംഗത്തിൽ അല്ലെങ്കിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് നമ്മൾ പകുതി പ്രദക്ഷിണ വയ്ക്കത്തുള്ളൂ അല്ലേ. ഓവിൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വരും. സോമസൂത്രം ന ലംഘയേത് എന്ന് പറയും. ആ സോമസൂത്രം കടക്കാൻ പാടില്ല. സാധാരണഗതിയിൽ നമ്മൾ പറയും, ആ ഓവ് കൂടെ എന്താണ്? ഭഗവാന്റെ ഒന്ന് ഗംഗാജലം ഒഴുകിപ്പോകും, ഗംഗയെ കുറുകെ കടക്കാൻ പാടില്ല എന്ന് പറയും. ഇങ്ങനെ പല കാരണങ്ങളും പറയാറുണ്ട്. ശരിക്കു പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, താന്ത്രിക വിധി പ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ ഗ്രന്ഥങ്ങൾ പ്രകാരം, ഉപനിഷത്ത് പ്രകാരം, ഇപ്പോൾ ഉദാഹരണത്തിന് മാണ്ഡൂക്യ ഉപനിഷത്ത്, ഇപ്പോൾ ഈ ഓംകാരം കണ്ടപ്പോൾ ഞാൻ ശരിക്ക് അതാണ് വിചാരിച്ചത്. ഒന്ന് വഴിമാറി അത് പറഞ്ഞിട്ട് നമുക്ക് ശിവലിംഗത്തിലേക്ക് വരാം. അതായത് മുക്തിക ഉപനിഷത്തിൽ പറയുന്നത് 1180 ഉപനിഷത്ത് ഉണ്ടെന്നാണ്. കുറച്ച് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം, എന്നാലും 1180 ഉപനിഷത്ത്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ 108 ഉപനിഷത്ത് എന്നൊക്കെ പറയും. അതിലും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് 10 എണ്ണത്തിന് ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ആ 10 എണ്ണമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ശങ്കരാചാര്യരുടെ പരമഗുരു എന്ന് പറഞ്ഞാൽ ആരാ? ഗുരുവിൻ്റെ ഗുരു
ശങ്കരാചാര്യരുടെ ഗുരു ഗോവിന്ദ ഭഗവത് പാദർ, ഗോവിന്ദ ഭഗവത് പാദരുടെ ഗുരു ഗൗഡപാദാചാര്യർ പോലും കാരിക എഴുതി ആ ഉപനിഷത്തിൻ്റെ വളരെ വലിയ അർത്ഥവ്യാഖ്യാനം നടത്തിയ ഉപനിഷത്താണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. വളരെ ചെറിയൊരു ഉപനിഷത്താണ്, അഥർവവേദത്തിൽ അന്തർഗതമാണ്. ഈ മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ സാരം ഓംകാരമാണ്. ഓംകാരത്തെ പറ്റിയാണ് പറയുന്നത്. ആ ഓംകാരത്തിൽ പറയുകയാണ്, ഓംകാരം എന്നാൽ ശിവം എന്നാണ് അർത്ഥം. അതായത് ഈ മഹാദേവൻ എന്ന് പറയുന്നത് തന്ത്രവിധി പ്രകാരമോ ഏതനുസരിച്ചോ ഏറ്റവും പരമമായിട്ടുള്ള ആ ശക്തിയാണ്. ഇത് പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഭക്തർക്കൊന്നും വഴക്കടിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. മനസ്സിലായില്ലേ? തത്വം ഗ്രഹിക്കുക. നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ദൈവം ആരാണ്? ശിവനാണ്. പരമേശ്വരൻ എന്നല്ലേ പറയാം. ഈശ്വരൻ എത്രയുണ്ട്? ടീച്ചറായതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്, വല്ല ഉറങ്ങുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ. ഈശ്വരൻ എത്രയുണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞേ? 1. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ദേവന്മാർ അനേകം ഉണ്ടല്ലേ. ആ ഈശ്വരൻ്റെ വിഭൂതികൾ അംശങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം. അപ്പം ആ പരമേശ്വരൻ, ഈശ്വരൻ നമ്മൾ പറയുന്നത് ശിവന് മാത്രമാണ്. ശിവനാണ് ഏകം അദ്വിതീയം. അപ്പം മാണ്ഡൂക്യ ഉപനിഷത്തിൽ പറയുന്നു, ആ ഓം എന്ന് പറയുന്നത് എന്താണോ അത് ശിവം തന്നെ. ബ്രഹ്മസൂത്രത്തിൽ പറയുന്നു, എന്താണോ അദ്വൈതം അല്ലെങ്കിൽ ആ പരമമായിട്ടുള്ള ബ്രഹ്മം, ബ്രഹ്മസൂത്രത്തിൽ ബ്രഹ്മത്തിനെ പറ്റിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ ബ്രഹ്മം എന്ന ശബ്ദത്തിന് എന്ത് അർത്ഥവ്യാഖ്യാനമാണോ ഉള്ളത് അത് തന്നെയാണ് പരമേശ്വര ശബ്ദത്തിൻ്റെ അർത്ഥവും. മനസ്സിലായില്ലേ? അപ്പോൾ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ സർവവ്യാപിയാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ശിവൻ്റെ പേര് പറയുമ്പോൾ ഒരിക്കലും ശ്രീ എന്ന നാമം കൂട്ടിച്ചേർക്കാത്തത്. ബാക്കി എല്ലാത്തിലും നമ്മൾ ശ്രീ ചേർക്കില്ലേ? ശ്രീ ശിവൻ ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. ശ്രീകൃഷ്ണൻ അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ പറയും. അപ്പോൾ എന്താ പറയാറില്ലാത്തത്? ഇതിന് കാരണം ശ്രീ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മളും പറയത്തില്ലേ ശ്രീ അല്ലേ, ഗോപാലകൃഷ്ണൻ നായർ അല്ലേ എന്നൊക്കെ പറയും. ശ്രീ ഉപയോഗിക്കുന്ന എവിടെ വെച്ചാണെന്ന് വെച്ചാൽ ഒരു മംഗളകരമായിട്ടുള്ള ശബ്ദം ഒരു ശുദ്ധിക്ക് വേണ്ടി കൂട്ടിച്ചേർക്കുന്നതാണ് അല്ലേ. ഒരു ശ്രീ എന്ന് പറഞ്ഞാൽ എന്താ? മംഗളം, ഐശ്വര്യമാണ്. അപ്പോൾ അതും കൂടെ വരാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്നതാണ്. അതെപ്പോഴാണ്? എന്തെങ്കിലും ഒരു അശുദ്ധി ഉള്ളപ്പോഴാണ് കൂട്ടിച്ചേർക്കുക. മനുഷ്യൻ്റെ കാര്യത്തിലല്ല കേട്ടോ, ഭഗവാന്റെ കാര്യത്തിൽ പറയുന്നതാണ്. അതായത് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ ശരീരം എടുത്തതുകൊണ്ട് അവർക്കൊരു അശുദ്ധി നേരിട്ടു. ശരീരം എടുക്കേണ്ടി വന്നില്ലേ? മഹാദേവൻ്റെ ജനനത്തെപ്പറ്റി ഏതെങ്കിലും കഥ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല അല്ലേ. കുട്ടിയുടെ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട്. മഹാദേവന് ജനനവും ഇല്ല, മരണവും ഇല്ല, ഒന്നുമില്ല. ശ്രീകൃഷ്ണൻ സ്വധാം. ഇവിടെ ഭഗവാന്മാർ ചെറുപ്പം വലിപ്പമൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, തത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. മഹാവിഷ്ണു, മഹാദേവൻ ഇതെല്ലാം ഒരേ ചൈതന്യമാണ്. നമ്മുടെ സ്വഭാവം വ്യത്യാസമുണ്ട്, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആളിനെ തന്നിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ശ്രീ ശിവൻ എന്ന് പറയാത്തത് ശരീരമെടുത്ത ഒരു അശുദ്ധി ഭഗവാന് വന്നിട്ടില്ല. അത് പരബ്രഹ്മമൂർത്തിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഓംകാരത്തിനെ നിങ്ങൾ ഉപാസിച്ചാൽ മഹാദേവനെ ഉപാസിക്കുന്നതിനു തുല്യം. അപ്പം ഇത്രമാത്രം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു ആ ശിവ എന്ന പദത്തിൻ്റെ പ്രാധാന്യം. ശിവ എന്നാൽ മംഗളസ്വരൂപം, ബ്രഹ്മം, അത് തന്നെ. അപ്പോൾ ആ ശിവലിംഗത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വരൂപധ്യാനത്തിൽ നിന്നും പതുക്കെ പതുക്കെ നമ്മൾ എങ്ങോട്ട് വരും? ആ അരൂപധ്യാനത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാകും. ഇനി ശിവത്തിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ശിവലിംഗം എന്നാണ് അല്ലേ. ഈ ശിവലിംഗം എന്നുള്ളത് വന്ന ഇടയ്ക്ക് കുറേ വളരെ വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആയിരുന്നു അല്ലേ. എന്താണ് ഈ ലിംഗം എന്നുള്ളത്? ലിംഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മീശ എന്ന് പറഞ്ഞാൽ എന്താ? ആണാണെന്ന് കട്ടിമീശയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ നമുക്കൊക്കെ മീശ വരുമല്ലോ. അപ്പോൾ കട്ടിമീശ ഉണ്ടെങ്കിൽ അത് ശരിക്കും എന്താണ്? പുരുഷനാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോരോ ലക്ഷണമുണ്ട്. സന്യാസിയുടെ ലക്ഷണമാണ് കാഷായം. ചിദാനന്ദപുരി സ്വാമിജി പറയും, ഈ കേരളത്തിൻ്റെ ഈ അതിർത്തിയിലും മാത്രമേ ഉള്ള മനുഷ്യർ മുഴുവൻ ഈ കാവുമുണ്ട് എടുത്തോട് നടക്കുന്നുള്ളൂ. ഇതാണെങ്കിൽ ഞങ്ങൾക്ക് തന്നൂടെ ഈ സന്യാസിമാർക്ക്.
വേറെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ആരും ഈ കാവുമുണ്ട് ഉടുക്കില്ല. അത് സന്യാസിമാർക്കുള്ളതാണ്. കാരണം അത് മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. മണ്ണിൻ്റെ ആ എന്താ പറയുക ഗന്ധമൊക്കെ ആയിട്ട് അത് നമ്മൾ ആ മനസ്സുകൂടെ ആ പാകതയിലോട്ട് വന്നു കഴിയുമ്പോൾ ധരിക്കേണ്ട വസ്ത്രമാണ് എന്ന് പറയും. സന്യാസിയുടെ ലക്ഷണമാണ് കാഷായം. പക്ഷെ ഒരു കാര്യം ശരിക്കും മനസ്സിലായിക്കോണം, ഇത് പറയുമ്പോൾ കാഷായം ഉടുത്തു എന്ന് വെച്ച ഒരാൾ യഥാർത്ഥ സന്യാസി ആവണമെന്നില്ല. സന്യാസിയുടെ ലക്ഷണം മാത്രമേ ആകുന്നുള്ളൂ, അതായത് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം അതെന്താണ്? സ്ത്രീ വിഭാഗത്തിനെ സൂചിപ്പിക്കുന്നത്, പുരുഷ വിഭാഗത്തിനെ സൂചിപ്പിക്കുന്നത്, ഇതാണ് അർത്ഥം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആ ജനനേന്ദ്രിയത്തിന് എന്തുകൊണ്ട് ഈ പേര് വന്നു? ശരിക്കു പറഞ്ഞാൽ സംസ്കൃതത്തിൽ പുരുഷൻ്റെ ആ ജനനേന്ദ്രിയത്തിന് ലൈംഗിക അവയവങ്ങൾ ഉൾപ്പെടെയുള്ളതിന് പറയുന്ന പേര് ഉപസ്ഥം എന്നാണ് സംസ്കൃതത്തിൽ. സ്ത്രീകളുടെ യോനി എന്നാണ് അർത്ഥം. പക്ഷെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ സൂചിപ്പിക്കുന്നത് ഈ കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ മനസ്സിലാവും? കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന് അപ്പം മാറൊന്നും കാണില്ല പെൺകുട്ടിയാണെങ്കിൽ. അപ്പോൾ എവിടെ നോക്കിയിട്ടാണ് നമ്മൾ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് അറിയുന്നത്? ജനനേന്ദ്രിയത്തിൽ നോക്കിയിട്ടാണ് അല്ലേ. അപ്പം പെണ്ണാണോ ആണാണോ എന്ന് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വന്നതുകൊണ്ടാണ് അതിന് ലിംഗം എന്ന പേര് വന്നത്. മനസ്സിലായോ? അല്ലാതെ ഇത് മാത്രമല്ല ലിംഗം. ലിംഗം എന്ന് പറഞ്ഞാൽ ഈ അർത്ഥമേ ഉള്ളൂ, സൂചിപ്പിക്കുന്നത് ഇതാണ്. അപ്പോൾ ശിവലിംഗം കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ശിവലിംഗം കൊണ്ട് സ്ത്രീ പുരുഷ സംയോഗം സൂചിപ്പിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ആ പീഠം എന്ന് പറയുന്നത് ദേവിയാണ് അല്ലേ, ലിംഗം എന്ന് പറയുന്നത് മഹാദേവനാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന വളരെ ഭൗതികാർത്ഥത്തിലുള്ളതല്ല. അവിടെ എന്താണ്? മഹാദേവനും ദേവിയും കൂടെ. ശക്തി ഇല്ലെങ്കിൽ മഹാദേവൻ്റെ കൈ പോലും അനക്കാൻ പറ്റുമോ? കണ്ണുപോലും അനക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ആ ശക്തിയും ശിവന് ശക്തിയും കൂടെ ചേർന്നാൽ മാത്രമേ അവിടെ സൃഷ്ടിക്രമം ഉണ്ടാവൂ, ചലനം ഉണ്ടാകൂ. അപ്പോൾ ആ സൃഷ്ടിയെയും സൃഷ്ടിവർദ്ധനവിനെയും ഒക്കെ കാണിക്കുന്നത് തന്നെയാണ് ആ ലിംഗം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മാനമല്ല ശിവലിംഗം എന്ന് പറയുന്ന പദത്തിനുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുക. ഇനി ഈ ശിവലിംഗം എന്ന് പറയുന്ന വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഓർമ്മ വരുമ്പോൾ പറയാം. ശിവലിംഗത്തിൽ ഇനി എന്തൊക്കെ പറയാനുണ്ട് എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇനി ഈ ശിവലിംഗം നമ്മളുടെ ഭാരതത്തിലും പുറത്തുള്ള ക്ഷേത്രങ്ങളിലുമായി ധാരാളം ഉണ്ട് അല്ലേ. ആയിരക്കണക്കിന് ശിവലിംഗങ്ങളുണ്ട്. പക്ഷെ അതിൽ ഈ 12 മാത്രം ഇത്ര വിശേഷപ്പെട്ടതായിട്ട് പറയുന്നത് എന്തുകൊണ്ട്? ഇനി അതിലേക്കാണ് വരുന്നത്. ജ്യോതിർലിംഗങ്ങൾ എന്ന് പറയും. ഈ 12 എവിടേക്കാണുള്ളത്? സൗരാഷ്ട്രേ സോമനാഥം ച, ശ്രീശൈലേ മല്ലികാർജുനം, ഉജ്ജയിന്യാം മഹാകാലം, ഓംകാരം അമലേശ്വരം, പരല്യാം വൈദ്യനാഥം ച, ഡാകിന്യാം ഭീമശങ്കരം, സേതുബന്ധേതു രാമേശം, നാഗേശം ദാരുകാവനെ, വാരണസ്യാന്തു വിശ്വേശം, ത്രംബകം ഗൗതമീതടേ, ഹിമാലയേതു കേദാരം, കൃഷ്ണേശം ശിവാലയെ, ഏതാനി ജ്യോതിർലിംഗാനി പ്രാതസായ പഠേന്നര, സപ്തജന്മകൃതം പാപം സ്മരണേന വിനശ്യതി. ഓർത്താൽ പോലും പാപം തീരുന്നാണ് പറയുക ഈ 12 ജ്യോതിർലിംഗങ്ങൾ. ഇത് ഞാൻ പണ്ടേ പഠിച്ചു വെച്ചു. എന്തിനാണെന്നറിയോ? ഇവിടെയൊക്കെ ഒന്ന് പോകണം. അപ്പം ഇതിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന അവസാനം ഭഗവാൻ കുറേ കാലം ഇവള് ജപിക്കുന്ന തഥാസ്തു എന്നെങ്ങാനും പറഞ്ഞ അനുഗ്രഹിച്ചാൽ രക്ഷ കിട്ടിയില്ലേ. പക്ഷെ ആ അനുഗ്രഹം കിട്ടി 7 പോകാൻ പറ്റി. കഴിഞ്ഞ മാസം കൂടി പോകാൻ പറ്റി, ആന്ധ്രയിലെ ശ്രീശൈലം. ഇനി ഈ ജ്യോതിർലിംഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സൗരാഷ്ട്രേ സോമനാഥം ച, സോമനാഥം എല്ലാവരും കേട്ടിട്ടില്ലേ? എവിടെയാണ്? ഗുജറാത്തിൽ സോമനാഥം. എത്രയോ ആക്രമണങ്ങൾക്കിരയായി തച്ചുടയ്ക്കപ്പെട്ട് അല്ലേ. ചിദാനന്ദപുരി സ്വാമിജികൾ പറയും മുഗളന്മാരുടെ ആക്രമണത്തിലൊക്കെ ധാരാളം പ്രാവശ്യം തച്ചുടയ്ക്കപ്പെട്ട ബ്രിട്ടീഷുകാരുടെയും ആക്രമണങ്ങൾക്കെല്ലാം വിധേയമായ ഒരു ശിവലിംഗമാണ്. പക്ഷേ അന്ന് സ്വാമിജി പറയും നമ്മളുടെ ഒരു പൗരുഷം കാണിച്ചില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരും എല്ലാം ഇത് തച്ചുടയ്ക്കാൻ വന്നപ്പോൾ നമ്മൾ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിനുള്ളിൽ
ആ ആക്രമിക്കാൻ വന്നവരുടെ 3 ഇരട്ടി ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ സ്വന്തം ശക്തി ഉപയോഗിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഭഗവാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. നമുക്ക് ആ ക്ഷത്രിയ ധർമ്മം കാണിക്കണ്ടേ? ക്ഷത്രിയന് ക്ഷത്രിയ ധർമ്മം വേണ്ടേ? അല്ലേ? യുദ്ധം ചെയ്യാൻ പോകുമ്പം ഇപ്പം എന്നെ എങ്ങാനുമാണ് യുദ്ധം ചെയ്യാൻ വിട്ടതെങ്കിലോ, പാകിസ്ഥാൻ്റെ അതിർത്തി പോയി നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് എങ്ങാനും ആൾ വരുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഷോ അയാൾക്കും ഭാര്യയും പിള്ളേരും ഒക്കെ ഇല്ലേ, അല്ലേ? ആ ഭാര്യ വിധവയാവില്ലേ? അപ്പം എന്നെയൊക്കെ യുദ്ധത്തിന് വിട്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പം അതുകൊണ്ടാണ് ഈ സൈനികർക്ക് കോട്ടായൊക്കെ ഇല്ലേ, മദ്യമൊക്കെ കൊടുക്കുന്നത്. ആ രജോ ഗുണമൊക്കെ വരണം. ആ തോക്കെടുത്ത് വെടിയൊക്കെ വെക്കണ്ടേ? ഇപ്പം ഇവിടെ ആരെങ്കിലും, ഇപ്പം ഞാൻ ഈ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഒരു ചുമ്മാ തോക്കെടുത്താൽ പോലെ നമ്മളിവിടുന്ന് പിന്നെ എൻ്റെ പല നോട്ടം അങ്ങോട്ടായിരിക്കും. എന്തിനാണോ എടുത്തത്, അല്ലേ? നമ്മളുടെ ശ്രദ്ധയൊക്കെ അതിനായിരിക്കും. അപ്പോൾ ആ ക്ഷാത്രവീര്യം രജോ ഗുണം വേണ്ട സമയത്ത് വേണം. അതുകൊണ്ടാണ് ദേവിയുടെ കയ്യിൽ അല്ലെങ്കിൽ മഹാദേവൻ്റെ കയ്യിലും വിഷ്ണുവിൻ്റെ കയ്യിലും താമര ശംഖും ഒക്കെ ഉണ്ടെങ്കിലും നല്ല വെട്ടിത്തിളങ്ങുന്ന വാളും ഒക്കെ ഉള്ളത്. എന്തിനാ? ഇങ്ങോട്ട് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ചുമ്മാ മിണ്ടാതെ ഇരിക്കരുത്, കൊടുക്കണം, അല്ലേ? ഒരു കരണം കാണിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കരണം ഇത്രണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത കരണം പോയിക്കാൻ അയാളുടെ കൈ പൊങ്ങരുത്, അതുപോലെ കൊടുക്കണം. ചിലരെ പറ്റി പറയത്തില്ല, അയ്യോ വായി കമ്പിട്ടാൽ കടിക്കത്തില്ല, കൈ ഇട്ടാൽ കടിക്കത്തില്ല. അത് നല്ല സ്വഭാവമാണോ? അനാവശ്യമായിട്ട് ഒരാൾ നമ്മളുടെ വായിൽ കൈയിടരുത്. അല്ല ദന്ത ഡോക്ടർ ആയിരിക്കണം, വിത്ത് അവർ പെർമിഷൻ. ഈ ഒരു ക്ഷാത്രവീര്യം നമ്മുടെ സൈനികർക്കില്ലെങ്കിൽ നമ്മൾ ആരും ഒന്നും ഇവിടെ സമാധാനമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കില്ല. അവരവിടെ സൈന്യം രക്ഷിക്കുന്നതുകൊണ്ടല്ലേ. പണ്ട് അബ്ദുൽ കലാം സാറിനോട് ഒരു പെൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചു. അതായത് അങ്ങയെപ്പറ്റി പറയുന്നത് വളരെ സൗമ്യനായിട്ടുമൊക്കെയുള്ള ആളായിട്ടല്ലേ, പക്ഷെ അതോടൊപ്പം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അങ്ങ് അറിയപ്പെടുന്നത്. അപ്പോൾ ചോദിച്ചു, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞു, അല്ല, മോൾ ഇങ്ങനെ റോഡിൽ കൂടെ നടന്നുകൊണ്ട് പോകുമ്പോൾ മോളുടെ ഒരു കൂട്ടുകാരിയെ ഒരുത്തൻ വന്ന് കടന്നു പിടിച്ചു. വളരെ ശക്തനായിട്ടുള്ള ഒരു ആജാനുബാഹു വന്നു കടന്നു പിടിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ മോൾ എന്ത് ചെയ്യും? അല്ല, അയാൾ ഭയങ്കര ശക്തിയുള്ള ആളല്ലേ, അപ്പം ഞാൻ ചെന്ന് ചിലപ്പോൾ എന്നെയും കൂടെ ഉപദ്രവിക്കും. അല്ല, മോൾക്ക് രക്ഷിക്കണം എന്നില്ലേ? ഉണ്ട്. രക്ഷിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാ? ശക്തി ഇല്ലാത്തതുകൊണ്ട്. ആ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത എന്തുകൊണ്ടാ? ശക്തി ഇല്ലാത്തത് കൊണ്ട്. ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ആക്രമിക്കാൻ തന്നെ വരുമോ? ഒന്ന് നോക്കിയല്ലേ, മേരി കോമിൻ്റെ അടുക്കൽ പെട്ടെന്ന് ആരെങ്കിലും അങ്ങനെ വല്ലതും ചെയ്യാൻ പോവുമോ? ഇല്ലല്ലോ, അല്ലേ? നല്ല ഇടി പഞ്ചർ കിട്ടുന്ന അറിയാം. അപ്പോൾ ശക്തി ഉണ്ടവരോട് സൂക്ഷിച്ചേ നിൽക്കൂ. അതാരാണേലും അങ്ങനെയല്ലേ. നല്ല മസിലും നല്ല വീര്യമൊക്കെ ഉള്ളവരാകുമ്പോൾ നമ്മൾ വിചാരിക്കും ചെന്നാൽ ചിലപ്പോൾ ഒന്ന് കിട്ടിയാൽ ഇരുപ്പതാ, അതുകൊണ്ടൊക്കെ ഇച്ചിരി നോക്കിക്കണ്ടൊക്കെ നിൽക്കാം എന്ന് വിചാരിക്കും. അപ്പം അബ്ദുൽ കലാം സാറ് പറഞ്ഞ അതാണ്, അങ്ങോട്ട് പോയി പൊട്ടിക്കാനും കൊടുക്കാനും യുദ്ധം ചെയ്യാനും അല്ല, ഇങ്ങോട്ടാരെങ്കിലും കയറി വന്ന്, നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, ഇങ്ങോട്ടാരെങ്കിലും കയറി ചൊറിയാൻ വന്നാൽ തീർത്ത് വിടണം. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് റിപ്പബ്ലിക് ഡേ പരേഡിന് ഈയിടെ കഴിഞ്ഞില്ലേ, എന്തിനായി ഈ നമ്മുടെ ആയുധം മുഴുവൻ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാ രാജ്യങ്ങൾക്കുള്ള സന്ദേശം ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ വെറുതെ ഒന്നും എടുക്കത്തില്ല, പക്ഷെ ഇങ്ങോട്ട് വന്നാൽ കിട്ടും. ഇതെല്ലാ രാജ്യത്തിനുണ്ട്. ഇതിന് പറയുന്ന പേരാണ് രാജ്യതന്ത്രം. ബാഹുബലിയിൽ രമ്യ കൃഷ്ണനോ അതെപ്പോഴും പറയുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക്, രാജ്യതന്ത്രം എന്ന് പറയുന്നില്ലേ? ഇതാണ് രാജ്യതന്ത്രം. അത് അത്രമാത്രം അറിവുള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സോമനാഥ ക്ഷേത്രം വളരെയധികം ആക്രമിക്കപ്പെട്ടു. എന്താണെങ്കിലും ശരി, ഇപ്പോൾ വളരെ നല്ല രീതിയിൽ അത് പുനഃസ്ഥാപിച്ചു. വിഗ്രഹവുമൊക്കെയായി അവിടെ പൂജകളും എല്ലാം നടക്കുന്നുണ്ട്. എൻ്റെ ഇളയ മോള് സോമനാഥം പോയി തൊഴുതു, എനിക്ക് സാധിച്ചില്ല. അടുത്തത് സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം. ഇത് ആന്ധ്രയിലാണുള്ളത്. ഈയിടെ ഡിസംബറിൽ പോകാൻ സാധിച്ചു. കുറച്ച് അകത്തോട്ട് കയറി ഒരു മലമുകളിലാണ് ഈ ക്ഷേത്രം. വളരെ ചെറിയ ഒരു ശിവലിംഗമാണ് തറയിലുള്ളത്. ശ്രീശൈലത്തിലെ മല്ലികാർജുനനും ഭ്രമരാംബ ദേവിയും. ഇവിടെ ശങ്കരാചാര്യർ ധാരാളം വർഷം ധാരാളം കാലം താമസിക്കുകയും ഈ ഭ്രമരാംബ ദേവിയെ പറ്റിയൊക്കെ ഭ്രമരാംബ അഷ്ടകവും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഭഗവാന്റെ പേര് മല്ലികാർജുനൻ എന്നാണ്. പലതരത്തിലുള്ള ഐതിഹ്യം പറയുന്നുണ്ട്. ഒന്ന്, കിരാതത്തിലെ മല്ലികപ്പൂവൊക്കെ ഇല്ലേ, ഭഗവാൻ അർജുനൻ തപസ് ചെയ്തപ്പോൾ കാട്ടാളൻ്റെ തലയിൽ പൂ വീണില്ലേ,
അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട്. മല്ലിക എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ എന്നുള്ള അർത്ഥം. പക്ഷേ ധാരാളം ഐതിഹ്യമുണ്ട്. ഞാൻ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയാൻ പോകുന്നില്ല. ഗൂഗിളിൽ നോക്കിയാൽ എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. ഈ 12 ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്നെങ്ങും തീരില്ല. അപ്പം ആന്ധ്രയിൽ ശ്രീശൈലം, ശൈലം എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വതം. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിലായിട്ടാണ് വളരെ മനോഹരമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഈ ക്ഷേത്രം. എത്താൻ കുറേ സമയമെടുക്കും അവിടെ. ശ്രീശൈലയും മല്ലികാർജുനം. അപ്പോൾ ആദ്യത്തെ ഒന്നാമതായിട്ട് കണക്കാക്കുന്നതാണ് സോമനാഥം. ശ്രീശൈലയും മല്ലികാർജുനം ഉജ്ജയിന്യാം മഹാകാളം. ഉജ്ജയിനി കേട്ടിട്ടില്ലേ? നമ്മുടെ പഴയ വിക്രമാദിത്യൻ്റെ രാജധാനി. കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടില്ലേ? അതാണ് ഉജ്ജയിനി. ഉജ്ജയിനിയിലെ പ്രതിഷ്ഠയാണ് മഹാകാളേശ്വരൻ. ശരിക്കു പറഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ രാജാവാണ്. മഹാകാളേശ്വരൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ആ പ്രദേശത്തിൻ്റെ മുഴുവൻ രാജാധി രാജനാണ്. അവിടെ ഈ കളക്ടർ അതുപോലെയുള്ളവർ വരുമ്പോൾ പോലും അവിടെയൊക്കെ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും പോകാൻ പറ്റി. ഇത് മധ്യപ്രദേശിലാണ്. അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ന് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവിടെ ഭസ്മ ആരതി വളരെ വിശേഷമാണ്. ഈ ഭസ്മ ആരതി എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ചുടല ഭസ്മ ആരതിയാണ് നടത്തേണ്ടത്. ചുടല ഭസ്മം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ ചിലർ ആ രീതികളൊക്കെ മാറ്റി. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും മാറ്റാൻ പാടില്ല. ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഈ വൈവിധ്യമാർന്ന ആരാധനാ രീതികളുണ്ട്. ഈശ്വരൻ ഒന്നേ ഉള്ളെങ്കിലും ദേവന്മാർ അനേകമാണ്. അതിൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമുള്ള ദേവന്മാരും ഉണ്ട്. അതുകൊണ്ടാണ് മദ്യമൊക്കെ കൊടുക്കുന്നത്. നമുക്ക് വേണ്ടെങ്കിൽ പോയി ആരാധിക്കണ്ട. അങ്ങനെയുള്ള ആരാധനാ രീതിയും നമ്മുടെ സംസ്കാരത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ ചുടല ഭസ്മം ആരതി നടത്തുന്നത് ഇപ്പോൾ അവിടെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ഭസ്മ ആരതി വളരെ വിശേഷമാണ്. ഈ ഉജ്ജയിനിയിൽ മഹാകാളേശ്വരൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീകൃഷ്ണൻ്റെ ഗുരുകുലം, സാന്ദീപനി ആശ്രമം. അവിടെ പോയാൽ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. 3 പേരും, ബലരാമനും സുദാമാവും പിന്നെ ശ്രീകൃഷ്ണനും ഒക്കെ എഴുത്താണിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പ്രതിഷ്ഠയുണ്ട്. ഫ്രണ്ടിൽ ഗുരു ഇരിപ്പുണ്ട്. ആരാണ്? സാന്ദീപനി ഗുരു. അവരിരുന്ന് പഠിച്ച സ്ഥലങ്ങളും എല്ലാം ഇന്നും അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്, ശിവലിംഗമാണ്. ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത, ഇത് സാന്ദീപനി മുനി പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമാണ്. പക്ഷെ അവിടുത്തെ നന്ദി എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മൾ എവിടെയെങ്കിലും നന്ദി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതൊരു കുഞ്ഞു നന്ദിയാണ്. ഇപ്പം പറയുന്നത് ഒന്ന്, ഇതാരുടെ നാടാണ്? മഹാകാളേശ്വരൻ്റെ. ഈ മഹാകാളേശ്വരൻ എന്ത് ചെയ്തു? അവിടെ ക്ഷേത്രത്തിൽ നിന്നും കൃഷ്ണനെ കാണാനായിട്ട് വന്നപ്പോൾ തൻ്റെ യജമാനനെ കണ്ട് എഴുന്നേറ്റ് നിന്നതാണെന്ന് പറയാറുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ഗുരുവല്ലേ സാന്ദീപനി ഗുരു, അതിൻ്റെ ബഹുമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നതാണെന്ന്. എന്താണെന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചോദിച്ചറിയാൻ വഴിയൊന്നുമില്ലല്ലോ. എങ്കിലും അവിടുത്തെ ആ നന്ദി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പം മൂന്നാമത്തേത് ഇതാണ്. ശ്രീശൈലം ആദ്യം തൊട്ട് ശ്ലോകം ചൊല്ലി നോക്കിയാലേ അറിയത്തുള്ളൂ. ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിന്യാം മഹാകാലം ഓംകാരം അമലേശ്വരം. ഓംകാരേശ്വരം അതും ഈ ഉജ്ജയിനിയിലാണ്. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഈ മഹാകാളേശ്വർ പോയ സമയത്ത് ഈ ഓംകാരേശ്വരം ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി പോയാൽ ഇതേ റൂട്ടിൽ കൂടെ പോയാലാണ് കാണുക എന്നുള്ളത് അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോയി മഹാകാളേശ്വർ പോയി അഭിഷേകമൊക്കെ ചെയ്തു. താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഈ യാത്രാവിവരണം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിൻ്റെ പരസ്യമല്ലിത്. ഞാൻ ഇതുവരെ ഒരാളോട് പോലും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. താല്പര്യമുള്ളവർ ഭഗവത് കഥകൾ കേൾക്കുക, അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. സരിത അയ്യർ നടിച്ചാൽ അതിൽ മഹാകാളേശ്വർ മുഴുവൻ യാത്ര പോയതും അതിൻ്റെ ഐതിഹ്യം, ധാരാളം യാത്രാവിവരണങ്ങളുണ്ട്. അതിൽ കുറേയൊക്കെ കാണാം. പോയതിൻ്റെ ഒരു 10% പോലും എഴുതാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ മഹാകാളേശ്വർ പോയപ്പോൾ അന്ന് അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ അകത്ത് ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യണമെങ്കിൽ സാരി ഉടുത്ത് വേണം. ഞാനാണെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ടാണ് അന്ന് പോയത്. അപ്പോൾ നമുക്കവിടെ ഒരു കടയുണ്ട്, അവിടെ നമുക്ക് വാടകയ്ക്ക് കിട്ടും. ആരൊക്കെയോ ഉടുത്ത് വേർത്ത് കിടക്കുന്ന ബ്ലൗസും ഒക്കെ കിട്ടി. അതൊക്കെ ഉടുത്തോണ്ടാണ് അന്ന് ദർശനത്തിന് കയറിയത്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ദൂരം പോയിട്ട്
ദർശനം ചെയ്യാതെ വരാൻ പറ്റില്ല. അതുകൊണ്ട് അഭിഷേകം ചെയ്ത് അവിടെയൊക്കെ തൊട്ട് തലയിൽ വെക്കാം. എൻ്റെ മൂത്ത മോള് അന്ന് 7ാം ക്ലാസ്സിലോ, ആ കുട്ടിക്ക് പോലും സാരി ഉടുക്കണമായിരുന്നു. അവിടെ ഒക്കെ ചില നിഷ്ഠകൾ അങ്ങനെയുണ്ട്. ഇവിടെ നിന്നും കുറേ മുന്നോട്ട് പോകുമ്പോഴാണ് ഓംകാരേശ്വരം. ആ ഓംകാരേശ്വരം അവിടെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് അന്ന് ദർശനം നടത്താൻ പറ്റിയില്ല. പിന്നെ ഈയിടെ മധ്യപ്രദേശിൽ ആ 108 അടി ഉയരമുള്ള ആദിശങ്കരാചാര്യരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തല്ലോ. അന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി ക്ഷണം കിട്ടി. എന്താണെങ്കിലും നമുക്ക് പൈസ ചിലവൊന്നും ഇല്ലാതെ ഇത് ഭഗവാൻ ചിലപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ആ വിളി കേൾക്കും എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു ജീവിതാനുഭവം ഞാനിവിടെ ഒന്ന് പറയുകയാണ് ഈ ഓംകാരേശ്വരുമായി ബന്ധപ്പെട്ട്. അതായത് എനിക്ക് ബോംബെയിൽ ഈ ജനുവരിയിലൊരു പ്രഭാഷണത്തിന് ക്ഷണം വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബോംബെക്ക് പോവുകയാണെങ്കിൽ ആ ഭാഗത്ത് 4 ജ്യോതിർലിംഗം ഉണ്ട്. അപ്പം 4 ജ്യോതിർലിംഗം ഞാൻ അന്ന് 6 എണ്ണമാണ് തൊഴുതിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും, ഒരാഴ്ച ലീവ് എടുത്താൽ ഭീമാശങ്കരുണ്ട്, അജന്ത എല്ലോറയുടെ അടുത്തൊരു കൃഷ്ണേശ്വരുണ്ട്, ഞാനിതെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ എനിക്ക് 4 എണ്ണം കൂടെ കവർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ട്രാവൽ കമ്പനി നടത്തുന്നതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കി തരാമോ? ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയില്ല, വളരെ ദൂരെയാണ്. നമ്മുടെ പോലെ ഈ ചെറിയ പാവയ്ക്ക പോലെയുള്ള സംസ്ഥാനമൊന്നും അല്ലല്ലോ, അവിടെയൊക്കെ വളരെ വലുപ്പമുള്ളതല്ലേ. അപ്പോൾ ഇത്രയും സ്ഥലം എത്തണമെങ്കിൽ 24 hours 12 hours ഒക്കെ ജേർണി ഉണ്ട്. അപ്പം ഒരു സ്ഥലം പോയി തിരിച്ചു വന്ന് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഞാൻ വളരെ വിഷമത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ആ മഹാകാളേശ്വർ പോയപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഓംകാരേശ്വർ ആ വഴിക്കാണ്. അത് എൻ്റെ ബന്ധുക്കൾ കൊണ്ടുപോയതായിരുന്നു അന്ന് പ്രതീക്ഷിക്കാതെ. അങ്ങനെയായിരുന്നേ അതും കൂടെ തൊഴുതിരുന്നെങ്കിൽ ഇപ്പോൾ 7 ജ്യോതിർലിംഗം ആയിരുന്നേനെ എന്നൊക്കെ ഞാൻ പറയാം, നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പറഞ്ഞു. അപ്പം അന്ന് രാത്രി ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും ഞാൻ പുസ്തകം എടുത്ത് പഠിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം സൂര്യ TV-യുടെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ ധാരാളം സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, ആത്മീയ കഥകൾ എന്ന് പറയുന്ന ഒരിതാണ്. അപ്പോൾ ഇതിന് മുഴുവൻ പഠിക്കണം, അധികം പഠിക്കാൻ സമയം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താ കഥകൾ പറയുകയെന്ന് വിചാരിച്ചിട്ട് നൊച്ചൂർ വെങ്കട്ടരാമൻ അവരുടെ ആത്മതീർത്ഥം എന്ന് പറയുന്ന പുസ്തകം എടുത്ത് മറിച്ചു നോക്കി. അത് മുഴുവൻ ശങ്കരാചാര്യരുടെ ജീവചരിത്രമാണ്. അപ്പം ഞാനത് നോക്കുമ്പോൾ സ്വപ്നവും സ്വപ്നദർശനവും തമ്മിലുള്ള വ്യത്യാസം ഇതൊന്ന് പറയാം എന്ന് വിചാരിച്ച് പുസ്തകം മറിച്ചു നോക്കിയപ്പം ശങ്കരാചാര്യർ ഇങ്ങനെ ഓംകാരേശ്വരത്ത് ഗുരുവിനെ കാണാൻ വന്നതിന് ശേഷം ഗുരുവിൻ്റെ സമാധിയായപ്പോൾ ഗുരു പറഞ്ഞു കാശിക്ക് പോകൂ. അപ്പോൾ എനിക്ക് പുറകോട്ട് നോക്കാൻ തോന്നി. ഞാൻ പുസ്തകം പുറകോട്ട് മറിച്ച് വരിക. പിന്നെ മറിച്ച് വന്നപ്പോൾ എന്താ, 8 വയസ്സിൽ ശങ്കരാചാര്യ ഇവിടുന്ന് പോയതും ഓംകാരേശ്വരത്തെത്തി തൻ്റെ ഗുരുവിനെ കാണാൻ നർമ്മദാ തീരത്തെത്തുന്നു, ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുക. ചുരുക്കം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഓംകാരേശ്വർ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മനസ്സിലും വിചാരിക്കുന്നുണ്ട് കഷ്ടമായി പോയി എന്നൊക്കെ. അടുത്ത ദിവസം രാവിലെ ഞാൻ കോളേജിൽ പോകുന്നു. കൃത്യം 3:10 3:15 വൈകിട്ട് ആയപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത്, ഇങ്ങനെ ഓംകാരേശ്വരത്തിൽ നിന്ന് ഇങ്ങനെ പോകാൻ ദർശനത്തിനായിട്ട് ആ അനാച്ഛാദനത്തിന് പോകാൻ യു ആർ ഓൾസോ സെലക്റ്റഡ് വെദർ യു ആർ ഇൻട്രസ്റ്റഡ് എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ വിളി മനസ്സിൻ്റെ നോവ് അത്ര വേഗത്തിൽ അവിടെ കേട്ടല്ലോ എന്നായിപ്പോയി. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇത് ഞാൻ പറഞ്ഞത് സത്യമെന്നറിയാമെന്നു. കാരണം അവരോടല്ലേ ഞാനിതൊക്കെ പറഞ്ഞത്, എൻ്റെ വിഷമമൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പം കള്ളവല്ല, സാക്ഷികളുണ്ട്. അവരും ഇത് കേട്ട് വിശ്വസിക്കാൻ പറ്റാതെ ആയിപ്പോയി. അപ്പം അങ്ങനെയാണ് ഈ കുറച്ച് 2 മാസം മുമ്പ് എല്ലാവരും പത്രത്തിൽ ന്യൂസൊക്കെ വായിച്ചതാണല്ലോ, അതിൻ്റെയും 6 എപ്പിസോഡ് ഞാൻ ഫുൾ യാത്രാവരണം ചെയ്തു. നമ്മുടെ സ്വാമിജിമാരെല്ലാം പ്രത്യേകം പറഞ്ഞിരുന്നു അത് ചെയ്യണം. ശങ്കരാചാര്യരുടെ നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കാലടി യൂണിവേഴ്സിറ്റിയിൽ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ വെക്കാൻ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷേ അവിടെ വിദ്യാഭ്യാസം നടന്നിടത്ത് ജന്മദേശത്ത് നമുക്കൊന്നും ചെയ്യുന്നില്ല, അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. ഓംകാരം അമലേശ്വരം പരല്യാം വൈദ്യനാഥം ച, പർലി വൈദ്യനാഥൻ, ഇതെല്ലാം മഹാരാഷ്ട്രയിലാണ്, ഞാൻ പോയിട്ടില്ല. പരല്യാം വൈദ്യനാഥം ച ഡാകിന്യാം ഭീമശങ്കരം. ഭീമശങ്കർ മഹാരാഷ്ട്രയിൽ കുറച്ച് സെൻറ്ററിലായിട്ടാണ്, വലിയ ആക്സസിന് ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല.
എൻ്റെ ബോംബെ പ്രോഗ്രാം ഞാനായിട്ട് ക്യാൻസലാക്കിയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പണ്ട് പോയിട്ടുണ്ടെങ്കിലും ദർശന ഭാഗ്യം ആയില്ല. ഭഗവാൻ വിളിക്കണം. പർല്യാം വൈദ്യനാഥം ച ഡാകിന്യാം ഭീമശങ്കരം സേതുബന്ധേതു രാമേശം. രാമേശ്വരത്തിലെ ഭഗവാൻ. നമ്മുടെ ദക്ഷിണ ഇന്ത്യയിൽ ഒരേ ഒരു ജ്യോതിർലിംഗമേ ഉള്ളൂ. ആന്ധ്രയിലേത് ദക്ഷിണ ഭാരതത്തിലായിട്ട് കണക്കാക്കാറില്ല. അപ്പം സേതുബന്ധേതു രാമേശം. രാമേശ്വരത്തിൻ്റെ ചരിത എല്ലാവർക്കും അറിയാം. രാമേശ്വരത്തിൻ്റെ ചരിത ഒന്ന് പറയാമെന്ന് വിചാരിച്ചാൽ, സാധാരണ ചിലർ പറയാറുണ്ട് ഈ ജ്യോതിർലിംഗങ്ങളൊക്കെ സ്വയംഭൂ അല്ലേ, അപ്പം അതിൽ രാമേശ്വരം എങ്ങനെയാണ് വന്നേ, ഇത് ശ്രീരാമനല്ലേ പ്രതിഷ്ഠിച്ചത് എന്ന്. അപ്പോൾ അതിനുള്ള ജസ്റ്റ് പറഞ്ഞു വെക്കുന്നു എന്നുള്ളൂ. അതിനുള്ള മറുപടി ഇനി ആ ജ്യോതിർലിംഗം എന്നാന്ന് പറയുമ്പോൾ പറയാം. സേതുബന്ധേതു രാമേശം നാഗേശം ദാരുകാവനെ. ഇതൊരു കോൺട്രവേഴ്സി ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ദ്വാരകയ്ക്കടുത്ത് ഒരു നാഗേശമുണ്ട്, അതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് മധ്യപ്രദേശിലാണോ ഹരിയാനയിലാണോ അവിടെ എവിടെയോ ദാരുകാവനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു നാഗേശ് എന്ന് പറയുന്നുണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരാളെ കണ്ടുമുട്ടി. അപ്പം അദ്ദേഹം ജ്യോതിർലിംഗെല്ലാം പോയതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു 2-3 സ്ഥലങ്ങളിൽ വിവാദം ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടെ അങ്ങ് പോയി. അതുകൊണ്ട് മൊത്തം ഒരു 14 15 പോയി. അത്രമാത്രം ജ്യോതിർലിംഗങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഇപ്പം സേതുബന്ധേതു രാമേശം നാഗേശം ദാരുകാവനെ വാരണസ്യാന്തു വിശ്വേശം. അറിയാലോ, കാശി വിശ്വനാഥൻ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും പോകാൻ ഇപ്പം മാർച്ചിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. വാരണസ്യാന്തു വിശ്വേശം ത്രംബകം ഗൗതമീ തടേ. ത്രംബകേശ്വർ പത്രത്തിലൊക്കെ ഇടയ്ക്ക് ഒത്തിരി വാർത്തകളൊക്കെ വന്നതായിരുന്നു. ഗൗതമീ തടത്തിലുള്ള നമ്മൾ പൂന ഒക്കെ പോകുമ്പോൾ, ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് പഞ്ചവടിയൊക്കെ കാണാൻ പറ്റും. അവിടുന്ന് കുറച്ചുകൂടി മാറിയിട്ടാണ് സീതയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലവും ഇതുമെല്ലാം നമുക്ക് ഈ യാത്രയിൽ വേണമെങ്കിൽ ക്ലബ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷിർദി, ശനി ശിങ്കനാപൂർ, ഇടയ്ക്ക് സ്ത്രീകൾ കയറി പൂജ ചെയ്യാൻ പാടില്ല, പിന്നെ അത് വളരെ വിവാദമായല്ലോ, കുറേ സ്ത്രീകൾ കയറി പൂജ ചെയ്തു. ശനി ശിങ്കനാപൂർ ഇതെല്ലാം ആ റൂട്ടിലുള്ളതാണ്. അപ്പോൾ എവിടം വരെയാണ് പറഞ്ഞേ? വാരണസ്യാന്തു വിശ്വേശം ത്രംബകം ഗൗതമീ തടേ ഹിമാലയേതു കേദാരം. ഏറ്റവും മുകളിലുള്ളത് കേദാരനാഥനാണ്. അപ്പോൾ അവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 2 പ്രാവശ്യം പോകാൻ പറ്റി. ഇവിടെ മഹാരാഷ്ട്രയിലുള്ളത് ഇതുവരെ പോകാൻ പറ്റിയില്ല. അത് ഭഗവാൻ തന്നെ വിളിക്കണം. ഹിമാലയേതു കേദാരം. കേദാറിലെ ശിവലിംഗം വളരെ വലുതാണ്. അതിന് പ്രത്യേക ഒരു ആകൃതി ശിവലിംഗത്തിൻ്റെന്നൊന്നും പറയാൻ പറ്റില്ല. കാളക്കൂറ്റൻ്റെ മുതുകു പോലെയാണെന്നാണ് പറയുക. കാളയുടെ രൂപത്തിൽ ശിവൻ ഭൂമിക്കടിയിലോട്ട് ഇറങ്ങിപ്പോയതാണെന്ന് പറയും. വളരെ വലുതാണ്. അപ്പോൾ നമുക്കിങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇത് മുഴുവൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഹിമാലയേതു കേദാരം കൃഷ്ണേശം ശിവാലേ. കൃഷ്ണേശ്വരൻ, അതും മഹാരാഷ്ട്രയിലാണ്. ഏതാനി ജ്യോതിർലിംഗാനി സായപ്രാത പടേന്നര സപ്തജന്മകൃതം പാപം. ഇത് രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ 7 ജന്മങ്ങളിലെ പാപം ഇല്ലാതാകും. ഇതാണ് അർത്ഥം. ഇനി ഈ ജ്യോതിർലിംഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ ഒരു 12 എണ്ണത്തിനെ മാത്രം ജ്യോതിർലിംഗമായിട്ട് എന്തിനു വെച്ചിരിക്കുന്നു? ജ്യോതിർലിംഗത്തിൻ്റെ ഒരു കഥ നിങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. സമയം കുറവായതുകൊണ്ട് അല്ലെങ്കിൽ മുഴുവൻ തീരില്ല, അതുകൊണ്ട് വളരെ വിശദമായിട്ട് പറയണില്ല. ഒന്ന് ചുരുക്കി പറയാം. ഒരിക്കൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടു. ആരാണ് വലിയവൻ എന്നുള്ള തർക്കത്തിൽ. അവസാനം എന്ത് ചെയ്തു? ഒരു തീരുമാനത്തിലെത്താതെ ആയപ്പോൾ അവരുടെ മുന്നിൽ ഒരു അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവർ തീരുമാനിച്ചു ഇതിൻ്റെ അറ്റം കണ്ടെത്തുന്നയാളാണ് വിജയ്. ബ്രഹ്മാവ് ഒരു ഹംസത്തിൻ്റെ രൂപത്തിൽ മുകളിലേക്കും മഹാവിഷ്ണു ഒരു പന്നിയുടെ രൂപത്തിൽ താഴേക്കും പോയി. എത്രയോ കാലങ്ങൾ സഞ്ചരിച്ചിട്ടും അറ്റം കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു താഴമ്പൂ, മുകളിൽ കൈതപ്പൂ ഇല്ലേ, താഴോട്ട് വരുന്നത് കണ്ടു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, നീ എവിടുന്നാണ് വരുന്നേ? ഞാൻ ഈ സ്തംഭത്തിൻ്റെ മുകളിൽ നിന്നാണ്. ഇനി എത്രയുണ്ട്? അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, എത്രയാണെന്ന് പോലും അറിയില്ല, ഞാൻ എത്രയോ കാലമായി അവിടെ നിന്ന് പുറപ്പെട്ടിട്ട്. അപ്പം നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് വേണ്ടി ഒരു കള്ളസാക്ഷി പറയണം, ഞാൻ അവിടം വരെ എത്തി, എന്നിട്ട് അവിടുന്ന് നിന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. ഓ, അതിനെന്താ പറഞ്ഞു. അപ്പം തിരിച്ചു വന്നപ്പോൾ വിഷ്ണുവിനോട് പറഞ്ഞു, ഇതാ ഞാൻ അറ്റം കണ്ടു. പാവം വിഷ്ണു പറഞ്ഞു, ഷോ ഞാൻ തോറ്റുപോയി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നതും ബ്രഹ്മദേവനെ ശപിക്കുന്നതും താഴമ്പൂവിനെ ആരും പൂജിക്കാതെ ആകട്ടെ എന്നും
മഹാവിഷ്ണുവിനെ എല്ലാവരും പൂജിക്കട്ടെ എന്നൊക്കെ വരം കൊടുത്തതും. ഇതിൻ്റെയൊക്കെ ചരിത്രം എന്താണ്? ഇവിടെയും ഈ അഗ്നിസ്ഫുലിംഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അഗ്നിസ്ഫുലിംഗം അനന്തമാണ്, അറ്റമില്ലാത്തതാണ്. പരമേശ്വരൻ, അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് പറഞ്ഞത്? ഈശ്വരൻ എന്ന് പറഞ്ഞാലേ അനന്തം, അനന്തമജ്ഞാതം അവർണ്ണനീയം. അപ്പോൾ അവിടെയും പ്രത്യക്ഷപ്പെട്ട ജ്യോതിർലിംഗം എന്താണ്? അഗ്നിസ്ഫുലിംഗമാണ്. അപ്പം ശിവൻ എന്ന് പറയുന്നത് അതിർത്തിയില്ലാത്ത, പരിധിയില്ലാത്തതാണ് എന്ന് ചുരുക്കം. മുമ്പ് പറഞ്ഞ ഒരു കാര്യം മറന്നു, ഈ പരിധി ഇല്ലാത്തത് പറഞ്ഞപ്പോൾ. എന്തുകൊണ്ടാണ് ഓവിൻ്റെ അവിടെ പകുതി പ്രദക്ഷിണം വയ്ക്കുന്നത്? നമുക്ക് ആരെ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുക? അതിർത്തി ഉള്ളതിനെയല്ലേ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റൂ? ഒരു ബൗണ്ടറി വേണ്ടേ? പരിധി ഇല്ലാത്തതിനെ, അനന്തമായതിനെ നമ്മളെങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക? ഇപ്പം നമ്മൾ ഓടി നടക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പോലും നമ്മളെ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അനന്തമായതിനെ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുമോ? പരിധിയുള്ളതിനെ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റൂ. അപ്പം നമ്മൾ ആ ഗംഗ എത്തുമ്പോൾ എന്താണ്, ആ ഓവ് എത്തുമ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് എൻ്റെ നിസ്സഹായത മനസ്സിലാകുന്നു ഭഗവാനെ, നീ അനന്തമാണ്, നിന്നെ എനിക്ക് പൂർണ്ണമായി പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരുകയാണ്. ഓരോന്നിലും ആ ഭഗവാന്റെ തത്വം നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ അപരിമേയമായിട്ടുള്ള ആ ജ്യോതിർലിംഗത്തിനെ, ജ്യോതിസിനെ അവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ എല്ലാം അഗ്നിസ്ഫുലിംഗമാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ അതിന് ചൈതന്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ചൈതന്യം തന്ത്രി കൊടുക്കുന്നതാണ്, തന്ത്രിയുടെ പ്രാണൻ്റെ ഒരംശം അല്ലേ. എന്നാൽ പിന്നെ തന്ത്രിയെ പൂജിച്ചാൽ പോരെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അങ്ങനെയല്ല, വീണ്ടും എത്രയോ കാലം പൂജകൻ്റെയും പൂജകളും കൊണ്ട് അതിൻ്റെ ശക്തി അപരിമേയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. മന്ത്രജപത്തിലൂടെ ആ ഊർജം, ശബ്ദ ഊർജത്തിലൂടെ ഊർജം അതിലേക്ക് വരികയാണ്. പക്ഷേ ഈ ജ്യോതിർലിംഗങ്ങളുടെ പ്രത്യേകത, ജ്യോതിർലിംഗത്തിന് നമ്മൾ പൂജ ചെയ്താലും പൂജ ചെയ്തില്ലെങ്കിലും അത് സോഴ്സ് ഓഫ് എനർജിയാണ്. അതിൽ ആ ചൈതന്യം അപരിമേയമായിട്ട് അഗ്നിയാണ്, ജ്യോതിസിൻ്റെ രൂപത്തിൽ എല്ലാ കാലവും ആ ജ്യോതിർലിംഗത്തിൽ കാണും. അപ്പോൾ പൂജ ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും അതിന് വിഷയമല്ല. പൂജകളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ചെയ്യാറുണ്ട്. കാരണം നമ്മൾ പറയത്തില്ല, എനർജി സോഴ്സ് എന്നൊക്കെ പറയത്തില്ല, എല്ലാത്തിനും എനർജി കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു രീതിയാണിത്. ഇതേ ഒരു ആശയം ശങ്കരാചാര്യർ പറയുന്നുണ്ട്. അപ്പം നമ്മളോട് പറയുകയാണ്, ഭാരതത്തിലുള്ള ശിവലിംഗങ്ങളിൽ ഏറ്റവും ശക്തിയേറിയത് ഈ 12 എണ്ണമാണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ 12 എണ്ണവും അഗ്നിരൂപമാണ്, ജ്യോതി സ്വരൂപമാണ്. അപ്പം ജ്യോതിസാണ് ഏറ്റവും പരമമായിട്ടുള്ള ശക്തി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം അല്ലേ. ഈ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ശങ്കരാചാര്യ നമ്മളിവിടെ നല്ല എത്ര വോട്ടുള്ള ബൾബൊന്നും ഇട്ടു, അതൊന്നുമല്ല പ്രകാശം. നമ്മൾ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ ഒക്കെ പറയില്ലേ. ശങ്കരാചാര്യർ പറയുന്നു, ഏറ്റവും വലിയ വെളിച്ചമെന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവാണ്. അതാണ് ഏറ്റവും വലിയ വെളിച്ചം. അപ്പം ജ്യോതിസ് നമ്മൾ പറയില്ലേ, തലയിൽ ഇപ്പോഴാണ് വെളിച്ചം വീണേ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം അതുപോലെ തന്നെ ആ അറിവെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വെളിച്ചം. അറിവെന്ന് പറയുന്നത് എന്താണ്? ആത്മജ്ഞാനമാണ്. അപ്പം അതിൽ വളരെ ശങ്കരാചാര്യരുടെ ഏകശ്ലോകിയുണ്ട്. ആ ഏകശ്ലോകിയിൽ ഒരു ശിഷ്യനും ഗുരുവും തമ്മിലുള്ള സംവാദമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കിം ജ്യോതിസ്തവ ഭാനു അങ്ങനെ പോകും ആ ഒരു ശ്ലോകം. കിം ജ്യോതിസ്തവ. അപ്പം ഗുരു ശിഷ്യനോട് ആദ്യം ചോദിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ നീ എന്തുകൊണ്ടാണ് കാണുന്നത്, വെളിച്ചം കാണുന്നത്, അല്ലെങ്കിൽ നിനക്ക് വെളിച്ചം കിട്ടുന്നത് എവിടെ നിന്നാണ്? പകൽ സമയം. അപ്പോൾ ശിഷ്യൻ പറയാ, സൂര്യനിൽ നിന്നാണ്. അപ്പോൾ രാത്രിയോ? രാത്രി അഗ്നി ദീപം കത്തിച്ചു വെച്ചിട്ടുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, പിന്നെ ചന്ദ്രനുണ്ട്, അതിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ ഈ വെളിച്ചത്തിനെ എല്ലാം നിനക്ക് കാണാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞു, കണ്ണുകൊണ്ടാണ്. അപ്പം ഈ കണ്ണടച്ചാൽ നീ കാണുന്നില്ലേ? കണ്ണടച്ചാലും നമ്മളെല്ലാം അറിയുന്നില്ലേ? അന്ധരായവരെല്ലാം അറിയുന്നില്ലേ? ഈ കണ്ണടച്ചാലും നീ എങ്ങനെ അതെല്ലാം അറിയുന്നു? അറിവെന്ന് പറയുന്നത് വെളിച്ചമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നീ എങ്ങനെ അറിയുന്നു? അപ്പം പറയുകയാണ്, അതെൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അറിയുന്നു. ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? അപ്പം ചോദിക്കുകയാണ്, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്
ഞാൻ. അപ്പം ഞാൻ ആര്? ഇതാണ് രമണ മഹർഷി എല്ലാ കാലവും ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ തന്നെ മനസ്സിലാക്കൂ. അപ്പം ഈ ജ്യോതി എവിടെയുണ്ട്? കസ്തൂരി മാനിനെ പോലെ തേടി നടക്കണ്ട. ആത്മജ്യോതി പരം ജ്യോതി നമ്മൾ പ്രാർത്ഥന ചൊല്ലത്തില്ലേ? ഈ ജ്യോതിസ് എവിടെയാണുള്ളത്? നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ആത്മജ്യോതിയാണ്. ഈ പരമമായിട്ടുള്ള ജ്ഞാനം, നമ്മൾ ആ ഒരു ജീവാത്മാവാണ്, ഈശ്വരൻ്റെ അംശമാണ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ആ ആത്മജ്ഞാനം ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ജ്യോതിസ്. ഇതാണ് ജ്യോതിർലിംഗങ്ങൾ പോയി തൊഴുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ വിഗ്രഹത്തിനെ നമ്മൾ തൊട്ട് തലോടി പോന്നാൽ പോരാ. അതുകൊണ്ട് പ്രയോജനം ഇല്ല എന്നല്ല. ആ ഭൂമിയിൽ പോയി നിന്നാലും അതിൽ തൊട്ട് തലോടിയാൽ ആ ചൈതന്യമൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെയൊക്കെയുള്ള ശക്തി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. എങ്ങനെയാ? നമ്മൾ അമ്പലത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒട്ടനെ അങ്ങ് കണ്ണടയ്ക്കുമോ? ഒന്ന് ഭഗവാനെ നോക്കുമല്ലേ? അതിലെങ്ങനെയാ ആദ്യം ശരിക്കും നമ്മളെ ഭഗവാനെ കാണുന്നത്? വിളക്കിൻ്റെ പ്രകാശത്തിലൂടെയാണ്. അഗ്രേ പശ്യാമി തേജോ, മേൽപ്പത്തൂർ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? തേജോ, ആ തേജസ് ചൈതന്യം നമ്മൾ കാണുകയാണ്. എന്നിട്ട് ഭഗവാനെ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ട് നമ്മൾ കണ്ണടയ്ക്കും. എന്തിനാ? ശരീരം രഥമേവച, നമ്മളുടെ ശരീരം രഥമാണ്. എന്നിട്ട് എവിടെ ആ ഭഗവാൻ ഇരിക്കുന്നത്? ഭഗവത്ഗീതയിൽ പറയുന്നു, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ സർവഭൂതങ്ങളിലും വസിക്കുന്നു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ പറഞ്ഞു. പക്ഷേ അതിൻ്റെ അംശം എല്ലാത്തിലും വസിക്കുന്നു. അതെവിടെയാണ്? എല്ലാത്തിലും. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, ഹൃദയത്തിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് മനസ്സൊക്കെ പരിശുദ്ധമാക്കി വെക്കണം എന്ന് പറയുന്നത്. സ്ഫടിക ശിവലിംഗം കണ്ടിട്ടില്ലേ? രാമേശ്വരത്തിൽ രാവിലെ പോയാൽ ആദ്യത്തെ ദർശനം സ്ഫടിക ശിവലിംഗ ദർശനം കിട്ടും. സ്ഫടികം പോലെ മനസ്സ് ശുദ്ധാക്കി വെക്കണം. ഇതിൽ കൂടുതൽ പരിശുദ്ധി ഉണ്ടോ? ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്ഫടികം എന്ത് തിളക്കാലം, എന്ത് രസമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോരുത്. ഈ സ്ഫടികം കാണുമ്പോൾ ഇതുപോലെ നമ്മുടെ മനസ്സ് ശുദ്ധാക്കി വെക്കണം. ഭഗവാൻ എന്തിനാ കൈലാസത്തിൽ മഞ്ഞിൽ പോയിരിക്കുന്നത്? ആ മഞ്ഞ് പോലെ വളരെ നേർമയേറി ശുഭ്രമായിട്ടുള്ളിടത്തെ ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? അവിടെയല്ലേ ഇരിക്കുന്നേ? ആ കൈലാസം പോലെ ഉറച്ചത്. കൈലാസം അനങ്ങുമോ? നമ്മളുടെ മനസ്സെങ്ങനെയായിരിക്കണം? ദൃഢതയുള്ളതായിരിക്കണം, ഉറച്ചതായിരിക്കണം. അങ്ങനെയുള്ളതാണെങ്കിൽ പോലും മനസ്സ് മഞ്ഞുപോലെ നേർത്തതായിരിക്കണം. അവിടെ മാത്രമേ ശിവനിരിക്കുകയുള്ളൂ. എല്ലാം ഇതേ സൂചനയാണ്. അടുത്ത് എന്താ പറയുക? ഭസ്മം. വേറെ ആർക്കും ഭസ്മം പ്രസാദമായിട്ടുണ്ടോ? മഹാദേവന് മാത്രമാണ്. കാരണം എന്താണ്? ശ്രീകൃഷ്ണനാണെങ്കിൽ സ്വധാമത്തിൽ പോയി നമ്മൾ പറയും. ശ്രീരാമനാണെങ്കിൽ സ്വധാമത്തിലേക്ക് പോയി പറഞ്ഞു. നമ്മൾ പറഞ്ഞു മഹാദേവന് ജനനവും മരണവും ഒന്നുമില്ല, എല്ലാ കാലവും നിലനിൽക്കുന്നത്. അപ്പം എന്താണ്? ഈ ഭൂമിയും ലോകങ്ങളും എല്ലാം പോയാലും നിലനിൽക്കുന്ന എന്താണ്? പരമേശ്വരൻ. അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ സകല വസ്തുക്കൾ എരിഞ്ഞാലും മിച്ചമുള്ളത് ഒരു സാധനമേ ഉള്ളൂ, ചാരം. അതിനെ പിന്നെ കത്തിക്കാൻ പറ്റുമോ? അതാണ് സിംബോളിക്കായിട്ട് കാണിക്കുന്നത്. എന്തിനെ കത്തിച്ച് കളഞ്ഞാലും എന്ത് നശിച്ചാലും മിച്ചം നിൽക്കുന്നത് ചാരാണ്. അത് തന്നെ കാണിക്കുകയാണ്. ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഇല്ലാതെയായാലും അവിടെ ഉള്ളത് പിന്നെ എന്താണ്? ആ ഈശ്വരനാണ്, പരമേശ്വരൻ. ഓരോന്നും സൂചനയാണ്, എല്ലാം പറയുന്നില്ല. അതുപോലെ ഓരോ ഭഗവാന്റെ വാഹനം, ആ വാഹനത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ നോക്കണം. ലക്ഷണം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സൂചന. ആ സൂചനകൾ, അതിൻ്റെ സ്വഭാവമൊക്കെ നോക്കി ആ ഭഗവാനെ നേടണമെങ്കിൽ ആ സ്വഭാവം ഉണ്ടാക്കിയാൽ മതി. കാളക്കൂറ്റനെ പോലെ ദൃഢതയും അല്ലേ, ഉറച്ച മനസ്ഥിതിയും ഒക്കെ. നന്ദി എങ്ങനെയാണ് നോക്കുക അല്ലേ? നോട്ടം മാറുമോ? നന്ദികേശ മഹാഭാഗ ശിവധ്യാന പരായണ ഗൗരീ ശങ്കര സേവാർത്ഥം. എല്ലാ സമയവും. അതുകൊണ്ടാണ് മഹാദേവൻ്റെ അമ്പലത്തിൽ മാത്രം നമ്മളിങ്ങനെ കുറുകെ കിടക്കരുത്. നന്ദി പുറകിൽ മണ്ഡപത്തിലല്ലേ ഇരിക്കുക. നന്ദിയുടെ ദൃഷ്ടി മാറും. അത്ര ഏകാഗ്ര ബുദ്ധിയോടുകൂടി ഭഗവാനെ തപസ് ചെയ്താലേ ഭഗവാനെ കിട്ടൂ. ഓരോ ഭഗവാന്റെ വാഹനം നോക്കിയാൽ മതി. ആ വാഹനത്തിൻ്റെ സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ ഭഗവാനെ കിട്ടും. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക, നമുക്കിങ്ങനെയുള്ള സ്വരൂപങ്ങൾ വാഹനമായിട്ടും വിഗ്രഹമായിട്ടും ക്ഷേത്രമായിട്ടും കൊടിമരമായിട്ടും ജ്യോതിർലിംഗമായിട്ടും എല്ലാം വെച്ചിരിക്കുന്നത് തത്വത്തെ മനസ്സിലാക്കാൻ. അതായത് മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം ഉപാധിയില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഉദാഹരണങ്ങളിലൂടെ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ ഇതുപോലുള്ള ഉപാധികൾ തന്നിരിക്കുന്നു.
അത് മനസ്സിലാക്കി വേണം നമ്മൾ ഈ ക്ഷേത്ര ദർശനം ചെയ്യാൻ. ജ്യോതിർലിംഗ ദർശനം കൊണ്ട് മോക്ഷം ലഭിക്കും. ആ മോക്ഷം പോലും കാക്ഷിക്കരുത് എന്ന് പറയും. പക്ഷെ അതിനും അതീതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ജ്യോതിർലിംഗ ധ്യാനം നമ്മളെ എത്തിക്കുന്നു പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ജ്യോതിർലിംഗ ധ്യാനമുണ്ട്, ജ്യോതിർലിംഗ മെഡിറ്റേഷൻ. ഒരു ദീപത്തിനെ നോക്കിക്കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ശ്രീരാമൻ്റെ കാര്യത്തിൽ ചോദിച്ചു, എന്തുകൊണ്ട് സ്വയംഭൂലിംഗമല്ലാത്ത ശ്രീരാമൻ പ്രതിഷ്ഠ ചെയ്തത് ജ്യോതിർലിംഗമായി? അപ്പം മഹാപെരിവ ഇതിന് മറുപടി പറയുന്നുണ്ട്, ജ്വാലാമുഖി കണ്ടിട്ടുണ്ടോ? ജ്വാലാമുഖി എന്ന് പറഞ്ഞാൽ ആ തീയുടെ ശക്തിയാണ്. ഈ ജ്വാലാമുഖിയെയാണ് ശ്രീരാമൻ പൂജിച്ചത്. ശരിക്കു പറഞ്ഞാൽ ആ ആത്മചൈതന്യത്തെ ഉണർത്തുകയാണ് ചെയ്തതെന്ന് പറയാം. ആ ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മജ്യോതിയെ ശ്രീരാമൻ അങ്ങ് ഉണർത്തി. കാരണം വിളക്കിൻ്റെ നാളത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുണ്ടെന്ന് പറയുന്നത് പോലെ ശിവലിംഗത്തിലും ബ്രഹ്മാവിഷ്ണു മഹേശ്വര ചൈതന്യമുണ്ട്. അത് ആ ദീപജ്യോതിയാണ്. ആ ജ്യോതിയെ, ആത്മജ്യോതിയെ തന്നെ ഉണർത്തി ആ ചൈതന്യത്തെയാണ് നിക്ഷേപിച്ചത്. അപ്പം നമ്മൾ ജ്യോതിർലിംഗം എന്ന് പറയുന്നത് സ്വയംഭൂ മാത്രമാണെന്ന് വിചാരിക്കരുത്. ആത്മജ്യോതി, ആത്മതേജസ്സാണ്. അപ്പോൾ അവിടെ ദർശനം ചെയ്യാൻ പോകുമ്പോൾ നമുക്കെന്താ കിട്ടുക? നമ്മളിപ്പോൾ തേപ്പൊട്ടിയുടെ അടുക്കൽ പോയാൽ ചൂട് അനുഭവപ്പെടത്തില്ലേ? അല്ലേ? ചൂടുള്ള ഒരാളുടെ കൈ പിടിച്ചാൽ വരും. അതുപോലെ ഇത്രയും ചൈതന്യമുള്ള വിഗ്രഹത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കും. ഭഗവാൻ എന്തിനാ ആറാട്ടിന് പുറത്തേക്ക് വരുന്നത്? ആ ഭഗവത് ചൈതന്യം ആ ഗ്രാമ അതിർത്തിക്കുള്ളിലല്ലേ ആറാട്ട്. എന്തിനാ? ആ ഗ്രാമത്തിലുള്ള എല്ലാവരിലേക്ക് നമ്മൾ പറയൊക്കെ വെക്കില്ലേ വഴി കൂടെ വരുമ്പോൾ, ആ ചൈതന്യം ഭഗവത് ശരീരം വരുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാവർക്കും ആ ഭഗവത് ചൈതന്യം കിട്ടാനാണ്. ആറാടുമ്പോൾ നമ്മളും കൂടെ ചാടുമല്ലേ, കുളിക്കും. എന്താ? ഭഗവത് ചൈതന്യം ആ ജലത്തിലേക്ക് നിക്ഷേപിക്കപ്പെടും, അത് നമ്മളിലേക്കും പ്രവേശിക്കും. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഇതൊന്നും വെറുതെ അബദ്ധജടിലമോ അല്ലെങ്കിൽ അന്ധവിശ്വാസവുമല്ല. യോഗീശ്വരന്മാരും ഋഷീശ്വരന്മാരും അപ്രസക്തമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഒരൊറ്റ ആശയം കൂടി പറഞ്ഞിട്ട് സമാപിപ്പിക്കാം. അതായത് എന്താണ് ഇങ്ങനെയുള്ള ആശയങ്ങളുടെ പ്രസക്തി? ഇപ്പം എൻ്റെ അച്ഛൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസറാണ്. ഞാനും കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. 2 PG ഉണ്ട്, PhD ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അന്നൊന്നും കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിളോ ഫിസിക്സിൻ്റെ ലാബ് എക്സ്പെരിമെൻറ്റ്സോ കോറിലേഷൻ റിഗ്രഷനോ ടി ടെസ്റ്റോ കൈസ്ക്വയർ ടെസ്റ്റോ ഒന്നും എന്നെ സഹായിച്ചിട്ടില്ല. സഹായിച്ചത് ഈ പഠനം കൊണ്ട് ജോലി കിട്ടി. സ്റ്റഡി ഫോർ ലൈഫ് ആണ് നമ്മുടെ സിലബസ്, കരിക്കുലം. 24 വർഷമായി വളരെ മോഡേൺ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ബിസിനസ്സും മാർക്കറ്റും ഷെയറും സ്റ്റോക്കും ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഞാനിത് പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളുക. 24 വർഷമായി ഞാൻ പഠിപ്പിച്ചപ്പോൾ സ്റ്റഡി ഫോർ ലൈഫാണെന്ന് മനസ്സിലായി. സ്റ്റഡി ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ ഉണ്ണാൻ കാശ് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പഠനമാണ് നടത്തുന്നത്. അത് മോശമാണെന്നല്ല, പക്ഷേ 50-50 വേണമായിരുന്നു. സ്റ്റഡി ഓഫ് ലൈഫില്ല, ജീവിതത്തെ പറ്റിയുള്ള പഠനമില്ല. ഇന്നത്തെ പഠനം എല്ലാം ആകുമെങ്കിൽ ഈയിടെ MBBS കഴിഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമായിരുന്നോ? ഒത്തിരി വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ. അപ്പോൾ പിന്നെ അത് മതിയായിരുന്നല്ലോ. ജീവിതത്തെ പറ്റിയുള്ള പഠനമില്ല. അത് 10-20 ഓണം കൂടുതലുണ്ടാലേ കിട്ടൂ. നമ്മുടെ മക്കളൊക്കെ പറയും നമ്മൾ 10ാം ക്ലാസ്സും ഗുസ്തിയൊക്കെയാണ്. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല ജീവിതത്തെ പറ്റിയുള്ള പഠനം എന്താണ്, ജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കിട്ടൂ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് ജീവിതത്തെ പറ്റിയുള്ള പഠനമാണ്. എനിക്ക് എപ്പോഴൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നോ എന്നെ സഹായിച്ചത് എൻ്റെ അച്ഛനമ്മമാരുടെ വാക്കുകൾ, ഗുരുക്കന്മാരുടെ വാക്കുകൾ, ഞാൻ ചെറുപ്പം തൊട്ട് വായിച്ച പുസ്തകങ്ങൾ. എന്നെ പലരും കുഞ്ഞിലേ തൊട്ട്, ഞാനിങ്ങനെ നമ്മൾ കാറൊക്കെ U-ടേൺ എടുക്കില്ലേ, അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭഗവത് ചിന്തയിലോട്ട് വന്നയാളല്ല. ജനിച്ച തൊട്ട് എനിക്കിതിനോട് താല്പര്യമുണ്ട്. പക്ഷെ നമ്മളുടെ വിചാരം റിട്ടയർമെൻറ്റിന് ശേഷമാണ് രാമായണമൊക്കെ എടുക്കേണ്ടതെന്നാണ്. ഒരു നല്ല കുടുംബജീവിതം എങ്ങനെ നയിക്കാം, നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നൊക്കെയാണ് ഈ ഗ്രന്ഥങ്ങളിൽ. റിട്ടയർമെൻറ്റിന് ശേഷം പഠിച്ചിട്ട് എന്താ കാര്യം, അല്ലേ? മാത്രമല്ല ആത്മീയതയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കുക, സമ്പാദിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കാതിരിക്കുക. 55-60 വയസ്സ് വരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുക, നല്ലതുപോലെ വൃത്തിയായിട്ട് സുന്ദരികളായിട്ട് സ്ത്രീകൾ നടക്കുക. നമ്മളുടെ ദേവിമാരെ നോക്കിയിട്ടുണ്ട്, എല്ലാവരും നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് ആഭരണമൊക്കെ കൊടുത്ത് എന്ത് ഐശ്വര്യമായിട്ടാണ് ഉള്ളത്. കുറവുള്ളത് സരസ്വതി ദേവിയാണ്, വെള്ള പട്ടുസാരിയാണെന്നേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും ഐശ്വര്യമായിട്ടിരിക്കണം, സമ്പദ് സമൃദ്ധമായിരിക്കണം, മിനിമം 13 സോഴ്സിൽ നിന്ന് സമ്പാദിക്കണം, ധാരാളം സമ്പാദിക്കണം. മക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായി സമ്പാദിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്. അതുകൊണ്ട് ആത്മീയതയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള പാഠമാണത് തരുന്നത്. നന്നായിട്ട് സമ്പാദിക്കുക, ഐശ്വര്യമായിട്ടിരിക്കുക. അതിലൊരു കുറച്ച് ഭാഗം ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക. 55-60 വയസ്സൊക്കെ കഴിയുമ്പോൾ കൂടുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ജീവിതം മാറ്റിവെക്കുക. അപ്പം ആത്മീയത എന്ന് പറഞ്ഞാൽ ഭൗതികർക്കായിട്ടുള്ള പഠനമാണ് കൂടുതൽ. നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദമാണ്. പണ്ടൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ പാടായിരുന്നു, മഹാഭാരത, രാമായണം, ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞേനെ. ഇപ്പം വേദമാണ്. വേദം എന്താണെന്ന് ചോദിച്ചാൽ പൂണൂലിട്ടവർ ചൊല്ലുന്ന എന്തൊക്കെയോ സാധനമാണെന്നാണ്. ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണെങ്കിൽ നമുക്കെല്ലാം ഉള്ള ആശയമാണ്, അല്ലേ? നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമാകുമോ? അപ്പം അതിൽ 80% കർമ്മകാണ്ഡമാണ്. നമ്മളെപ്പോലെ ഭൗതികതയിൽ ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ആശയങ്ങളാണ് വേദത്തിലുള്ളത്. അതേ ആശയമാണ് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് വേദം അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്, നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം. അപ്പം ഈ ആശയങ്ങളും ആചാര്യന്മാർ പറയുന്ന എല്ലാ വാക്കുകളും എങ്ങനെ ജീവിക്കണം എന്നുള്ളതും എല്ലാം വേദമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്താണെന്നും അറിയാം. അതുകൊണ്ട് ഈ തത്വം മനസ്സിലാക്കി നമുക്ക് അവസാന ശ്വാസം വരെ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള സദസ്സിൽ നിങ്ങളുടെ ക്ഷമയെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഇത്രയും നേരം എന്നോട് എത്ര നേരം വേണേലും സംസാരിച്ചോളാൻ പറഞ്ഞു. പക്ഷേ 8:15, 8:30 എന്ന് പറഞ്ഞിരുന്നു. 5 മിനിറ്റ് കൂടുതൽ എടുത്തോന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാമനാഥൻ സാറിന് നമസ്കാരം, ആചാര്യന്മാർക്കും നമസ്കാരം.